മത്തായിയുടെ സുവിശേഷം അധ്യായം 25-21 വചനം. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. വചനമേറ്റു പറയാം. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഹല്ലേലൂയ. യേശു പറഞ്ഞ ഒരു ഉപമയിലെ വചനമാണിത്. അത് യേശു വാസ്തവത്തിൽ പിതാവ് പറയുന്ന വചനമായിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതനായ ഭൃത്യൻ അവിടുന്ന് പറയുകയാണ്, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് ഞാൻ നിന്നെ അനേക കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ വിശ്വസ്തത അളക്കപ്പെടുകയാണ്. നീ എത്രമാത്രം നീ വിശ്വസ്തനായിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ നിങ്ങൾ അനേകം ആളുകളും വർഷങ്ങളായി സ്പിരിറ്റിന് അഭിഷേകം സ്വീകരിച്ചവരാണ്. ഈ അഭിഷേകം സ്വീകരിച്ച് അതിൻ്റെ നന്മയും അതിൻ്റെ മഹത്വവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. പലപ്പോഴും നമ്മൾ പറയും, ലോകത്തിലെ എല്ലാ അഭിഷേകങ്ങളെക്കാൾ ഏറ്റവും മുന്തിയ ഏറ്റവും ശ്രേഷ്ഠമായ അഭിഷേകമാണ് സ്പിരിറ്റ് അഭിഷേകം നമ്മൾ പറയുന്നുണ്ട്. ഏറ്റവും എല്ലാ അനുഗ്രഹങ്ങളുടെ പൂർവ്വ അഭിഷേകമെന്ന് അനേക പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് പ്രാപിച്ചെടുത്തവരാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രാപിച്ചെടുക്കാൻ പറ്റുന്നില്ല? മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 31 ഈശോ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുന്നവർ നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട. ഇതെല്ലാം അന്വേഷിക്കുന്ന വിജാതീയരാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. അതിനാൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി. നിങ്ങൾ അത് ചെയ്യുക. ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക. മറ്റു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരാകുക. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകുക. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുക. അപ്പോൾ നിന്റെ കാര്യത്തിൽ ദൈവവും വ്യാപൃതനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞു പോയ ഏതോ ഒരു ശുശ്രൂഷയിൽ ഞാൻ അവിടെ ഇരുന്ന ആൾക്കാരോട് പറഞ്ഞു, പണ്ട് കർത്താവ് ഒരുക്കുന്നൊരു വാഗ്ദാനമുണ്ട്, നിന്റെ തോട്ടം ഞാൻ നനയ്ക്കും, നീ എൻ്റെ തോട്ടം നനയ്ക്കാൻ. ഏതൊരു ശുശ്രൂഷയിൽ ഞാൻ അടുത്ത നാളിൽ പറഞ്ഞതാണ്. തൃശ്ശൂരിലെ ശുശ്രൂഷയിലാണ്. ഓക്കെ. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ കൃഷിഭൂമിയിൽ പോകാൻ പോലും സമയം കിട്ടുമായിരുന്നില്ല. അതെനിക്ക് മനസ്സിന് വലിയ ആകുലത ഉണ്ടാക്കുമായിരുന്നു. ദൈവമേ, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് നോക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ആ ഒരു വേദന, കാരണം ഒരു മാസത്തിൽ 30 ദിവസത്തിൽ 3 ആഴ്ചകളും ഓരോ സ്ഥലങ്ങളിൽ ധ്യാനങ്ങൾ ശുശ്രൂഷകളായിരിക്കും. ഇപ്പോഴല്ല, ആരംഭകാലങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഈ ആകുല ചിന്തയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ തോട്ടം നനയ്ക്ക്, ഞാൻ നിൻ്റെ തോട്ടം നനയ്ക്കും. അതൊരു നിയമമാണ് അന്നും ഇന്നും എനിക്ക്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ തോട്ടം നനയ്ക്കുന്നു, ദൈവം എൻ്റെ തോട്ടം നനയ്ക്കുന്നു പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നടത്തി തന്നുകൊണ്ടിരിക്കുന്നു, ഒരു കുറവുമില്ലാതെ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാണ്. എൻ്റെ ചിന്തകളിലും എൻ്റെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞാൻ പറയും, എപ്പോഴും എൻ്റെ മേലുള്ളത് ദൈവരാജ്യത്തിൻ്റെ സങ്കല്പങ്ങളും ചിന്തകളും സ്വപ്നങ്ങളുമാണ്. എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ എൻ്റെ മനസ്സ് ഞാൻ വിട്ടുകൊടുക്കില്ല, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാരണം എൻ്റെ ചിന്തകൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിജയിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകമായിട്ട് ഇപ്പോൾ ഏറ്റെടുത്തുള്ള വലിയ യുദ്ധങ്ങളുണ്ട്, വലിയ ദൗത്യങ്ങളുണ്ട്. ദൈവം ഇത് വിജയിപ്പിച്ചെടുക്കണം. ഇന്ന് സ്പിരിറ്റിൻ്റെ മക്കളെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുകയാണ്. ഓരോ ദേശങ്ങളിൽ യുദ്ധം ചെയ്യുന്നു. ഇതിൻ്റെ ഫലങ്ങളുണ്ടാകണം. നാം എന്തിനു വേണ്ടി ഇറങ്ങിയ പുറപ്പെട്ടു, ഇതിനൊക്കെ ഫലങ്ങളുണ്ടാകണം. അപ്പോൾ ദിവസങ്ങളിൽ ഞാൻ നിലവിളിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങനെ ജനം തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുവോ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വരുന്നതിന് മുൻപ് കർത്താവേ, ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ, കണ്ണുകൊണ്ട് അനുഭവിച്ചറിയാൻ ഒരു ജനത്തെ അനുഗ്രഹിക്കണമേ.
അത് ഭൗതികമായ തലത്തിലോ ആത്മീയ തലത്തിലോ. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ്, സന്തോഷവാനാണ്. ഓരോ ആഴ്ചകളിലും സ്വീഡിഷ് സഭകൾ തെരുവിലിറങ്ങി ഈ ജപമാല നടത്തുന്നത് അവരുടെ എല്ലാം വ്യക്തി ജീവിതങ്ങളിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ ഉന്നതി ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? പ്രാർത്ഥിക്കാൻ പോലും പറ്റാതിരുന്നവർക്ക് തീർച്ചയായും ഈ കൂട്ടായ്മ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയിൽ നിങ്ങൾ ചേർന്ന് പങ്കെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാണ് പ്രിയപ്പെട്ടവരെ. ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിത ദൈവം വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ വർഷങ്ങളായി സൂര്യനിലെ മേരിലാൻഡിൽ റാലി നടത്തുമായിരുന്നു. എല്ലാ മാസവും 13-ാം തീയതി റാലി. അത് കുറേ റാലികൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഈ റാലി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഒരു 4, 5, 6 റാലി കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഓരോ റാലി കഴിയുമ്പോഴും എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഉണർവ്, വലിയൊരു ശക്തി ഞാൻ അനുഭവിച്ചറിയാൻ തുടങ്ങി. ഓരോ റാലി കഴിയുമ്പോഴും ഞാൻ അനുഭവിച്ചറിയുകയാണ്, എൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു, അത് 10 മടങ്ങായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു പ്രവൃത്തിയിൽ ദൈവം ആരെയും മാറ്റി നിർത്തത്തില്ല. ആരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ അവരെല്ലാം ജീവിതങ്ങൾ അനുഗ്രഹിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇത് സ്വർഗത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട്. പരിശുദ്ധ കന്യാമറിയം ഭരമേൽ ചെയ്ത ദൗത്യത്തെ ഈ ലോകത്തിൽ ആരും ഏറ്റെടുക്കാതെ ഈ 107 വർഷങ്ങൾ തള്ളപ്പെട്ട് കിടന്നപ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ അഭിഷേകം, സ്പിരിറ്റ് അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ഈ അഭിഷേകത്തിൻ്റെ മക്കൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ അങ്ങനെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മക്കളെ ഓർത്ത് സ്വർഗീയ ദൂതന്മാർ സ്വർഗം അതിയായി സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം മനസ്സിലായോ? 107 വർഷമായിട്ട് സ്വർഗത്തിലും ദൈവം അയച്ചു കൊടുത്ത ഒരു വലിയ ദൗത്യം. എന്താണ് ദൗത്യം? ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നരകത്തിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ഒരു ദൗത്യം ഭരമേൽപ്പിച്ചിട്ട് അത് തള്ളിക്കളഞ്ഞു. അത് സ്വീകരിക്കാൻ ആരെ കൊണ്ട് സാധിച്ചില്ല. ഇന്ന് സാധിക്കത്തില്ല, നാളെ സാധിക്കത്തില്ല. അതിന് കാരണം പരിശുദ്ധ കന്യാമറിയം വന്ന് ആ 3 കുട്ടികൾക്ക് നരകം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, പാവവും ഭാവിയുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾക്കുണ്ടല്ലോ. നരകമാണ് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു അവരെ രക്ഷിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അത് ചോദ്യം ചെയ്യപ്പെട്ടു. 3 കുട്ടികൾ പറഞ്ഞ് ചോദ്യം ചെയ്യപ്പെട്ടു. അതൊരിക്കലും മാതാവ് പറയില്ല, അത് പിശാചാണ്. ആ കുട്ടികൾ ചോദ്യം ചെയ്യപ്പെട്ടു, അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു, വീട്ടുകാർ വരെ തള്ളി, എല്ലാവരും ഉപേക്ഷിച്ച 3 കുട്ടികൾ. പക്ഷെ അവർ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, ഞങ്ങളോടൊന്ന് പറഞ്ഞത് ആ സ്ത്രീയാണ്, പരിശുദ്ധ മറിയമാണ്. അവർ ഉറച്ചു നിന്നു. പക്ഷെ അത് സ്വീകരിക്കാൻ ആരെക്കൊണ്ടും പറ്റിയില്ല. കാരണം ആരംഭകാലം മുതൽ തന്നെ എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു AD 300 ശേഷം സഭയുടെ ആരംഭകാല സിനഡുകളിൽ, പ്രത്യേകിച്ചും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സിനഡ് നയിച്ച നാളുകൾ, ആ കാലങ്ങളിൽ ഉണ്ടായ എഴുതപ്പെട്ട വിശ്വാസ പ്രമാണം, നിഖ്യ വിശ്വാസ പ്രമാണം, കോൺസ്റ്റബിൾ വിശ്വാസ പ്രമാണം, അത് തുർക്കിയിലെ 2 സ്ഥലങ്ങളാണ്, നിഖ്യയും കോൺസ്റ്റാന്റിനോപ്പിളും. ആ 2 സ്ഥലങ്ങളിൽ ചേർന്ന സിനഡുകൾ, അവിടെയാണ് ഈ ഇന്ന് നമ്മൾ ദേവാലയത്തിൽ ഓരോ കുർബാനയിലും ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം ഉരുത്തിരിയപ്പെട്ടത്. അപ്പോൾ അതിനകത്ത് ഒരു കാതലായ ഭാഗം ഉപേക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തു മരിച്ച് നരകത്തിൽ ഇറങ്ങി എന്നുള്ള ശ്രീകമാരുടെ വിശ്വാസ പ്രമാണത്തിലെ ഏറ്റവും കാതലായ ഭാഗത്തെ എടുത്തു കളഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചു. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ 3-ാം ദിവസം ഉയർത്ത് എഴുന്നേറ്റു. അപ്പോൾ ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു പദ്ധതി, അത് മനുഷ്യനവൻ്റെ അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അത് ആ വിശ്വാസം എടുത്തു കളഞ്ഞു. അങ്ങനെ ഇത്രയും നൂറ്റാണ്ടുകളായിട്ട്, 300-ാം ആണ്ടിലാണ് അത് വന്നതെങ്കിൽ ഇന്ന് 2000 ആണ്ട് കഴിഞ്ഞു. ഇത്രയേറെ 1700 വർഷങ്ങളായിട്ട് ഈ വിശ്വാസം അനുഭവിപ്പിച്ചു. പക്ഷെ എന്തുകൊണ്ടോ ജപമാലയിൽ ഈ പ്രാർത്ഥന, ഈ വിശ്വാസപ്രമാണം ഉണ്ടാക്കപ്പെട്ടതുകൊണ്ടും ഒരു ശിശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് ഏറ്റുപറഞ്ഞ വിശ്വാസ പ്രമാണം ശ്രീകമാരുടെ വിശ്വാസ പ്രമാണം ആയതുകൊണ്ടും അത് ഇന്നും നിലനിൽപ്പുണ്ട്. ആ വിശ്വാസ പ്രമാണത്തിൽ മാത്രമാണ് യേശുക്രിസ്തു നരകത്തിൽ പോയി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഹി ഡിസെൻഡഡ് ഇൻടു ഹെൽ. വസ്തുതയിൽ കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ഏറ്റവും മർമ്മപ്രധാന ഭാഗമാണ് കുരിശു മരണം. ആ കുരിശിൽ മരിച്ചിട്ട്, ഇതാ കുരിശിൽ മരിച്ച യേശുക്രിസ്തു തൻ്റെ ശരീരത്തെ കുരിശിൽ പെട്ടിട്ട് തൻ്റെ ആത്മാവിൽ സാത്താൻ്റെ രാജ്യമായ നരകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. കാരണം ആദം ഹവ്വ മുതൽ കിടക്കുന്ന അനേകം കോടിക്കണക്ക് ആത്മാക്കൾ കിടക്കുന്ന നരകം,
യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാർക്ക് വേണ്ടിയല്ല. ഞാൻ വന്ന് വിശുദ്ധന്മാരെ തേടിയല്ല വന്നത്, ഞാൻ വന്ന് പാപികളെ തേടിയാണ്. ഒരുവന് 100 ആടുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 മലയിൽ വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയെന്ന് പഠിപ്പിച്ച യേശു, പാപികളെ തേടി വന്ന കർത്താവ് കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാവിൽ വിജയശ്രീലാളിതനായി മഹത്വപൂർണ്ണനായി ഇറങ്ങിച്ചെന്ന നരകത്തിലേക്കാണ്. അവിടെ കിടക്കുന്ന കോടിക്കണക്ക് ആത്മാക്കളിലേക്ക്. അതാണ് വിശുദ്ധ പത്രോസിന്റെ വചനത്തില് 1 പത്രോസ് 3:19 വചനം പറഞ്ഞിരിക്കുന്നു, അവൻ ആത്മാവിൽ കടന്നു എന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. ഈ ഒരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ അത് പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. പിന്നെയുള്ളത് നമ്മൾ വായിക്കുന്ന പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 4:6 അതിനെക്കുറിച്ച് തുറച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യർ പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ഈ 2 വചനമാണ് നമുക്ക് കാണാൻ സാധിക്കുക. യേശു നരകത്തിൽ പോയി എന്നുള്ളതിൻ്റെ തെളിവായിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആരംഭകാലം മുതൽ ആ ഒരു ഭാഗത്തെ മാറ്റിക്കളഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കുകയാണ്, കർത്താവിൻ്റെ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണത്. കാരണം യേശു സാത്താനെ ജയിച്ചു. തൻ്റെ കുരിശുമരണത്തിലൂടെ സാത്താൻ്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നശിപ്പിച്ചിട്ടാണ് യേശുവിൻ്റെ ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് രക്ഷയുടെ കവാടം അവർക്ക് തുറന്നു കൊടുത്തത് കോടിക്കണക്ക് ആത്മാക്കൾക്ക്. അങ്ങനെ നരകത്തിൻ്റെ ഇരുമ്പോടാവിൽ തകർത്ത് അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച യേശു ക്രിസ്തു രക്ഷ കൊടുത്തത് കോടിക്കണക്ക് ആത്മാക്കൾക്കാണ്. അന്നു മുതൽ ഇന്ന് വരെ അവസാന നാൾ വരെ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകുന്ന എല്ലാവർക്കും രക്ഷയുണ്ട് എന്നുള്ള ഒരു വലിയ സത്യമാണ് അന്ന് യേശുവോട് പ്രഘോഷിച്ചത്, പ്രഖ്യാപിച്ചത്. ഹല്ലേലൂയ. പക്ഷെ ഈ ഒരു സത്യത്തെ മനുഷ്യൻ്റെ നിയമങ്ങൾ കൊണ്ടൊന്ന് അടച്ചു. നരകത്തിൽ പോയ രക്ഷയില്ല എന്നൊരു പഠനം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു അധ്യായം യേശു ഒന്ന് തുറന്നുവോ. ആദത്തിന്റെ കാലം മുതൽ യേശു ക്രിസ്തുവിന്റെ കാലം വരെയും അടയ്ക്കപ്പെട്ട് കിടന്ന നരകം. അതുകൊണ്ടാണ് അബ്രഹാത്തിൻ്റെയും ധനവാന്റെയും ലാസറിന്റെ ഉപമയിൽ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നത് പഠിപ്പിക്കുന്ന ഭാഗമാണ്. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ലാസറിന്റെ ആത്മാവിനെ ദൂതന്മാർ സംഭവിച്ച് അബ്രഹാത്തിന്റെ മടിയിൽ കൊണ്ടുപോയി. ധനവാൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ ധനവാൻ നരകത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറെ ഇങ്ങോട്ടൊന്ന് അയക്കണമേ, കാരണം ഞാൻ ഈ അഗ്നിജ്വാല കിടന്ന് യാതന അനുഭവിക്കുന്നു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഇവിടെ ഒരു ഗർത്തമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല. ഒരു ഗർത്തമുണ്ട്. അബ്രഹാം നിസ്സഹായത പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഗർത്തമുള്ളത് കൊണ്ട് മരിച്ചുപോയ നഷ്ടപ്പെട്ട രക്ഷയില്ല എന്നുള്ളൊരു പഠനം മനുഷ്യനുണ്ടാക്കി വെച്ചു, ഒരു കാരണമാക്കി അത് വെച്ചു. ആ ഗർത്തം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അബ്രഹാം പറഞ്ഞു, ഞാൻ ദൈവവുമല്ല, ഞാൻ വെറും മനുഷ്യനാണ്, ഞാൻ വിശ്വാസത്തിന്റെ പിതാവാണ്. നരകം എന്ന് പറയുന്നത് സാത്താൻ്റെ രാജ്യമാണ്. അവിടെ കിടക്കുന്നവനെ പോയി കാണാനോ അങ്ങോട്ട് വരാനോ ഞങ്ങൾക്ക് അനുവാദമില്ല, സാധ്യമല്ല. ആ നരകത്തിൽ നിന്ന് ഒരുവൻ പുറത്തു വരണമെങ്കിൽ പിശാചിൻ്റെ ശക്തിയുള്ളവനായി ഒരു അശുദ്ധാത്മാവ് മാത്രമേ ഒരുവൻ പുറത്തു വരികയുള്ളൂ. മനുഷ്യാത്മാക്കളെ പിശാച് അവന് ശക്തിയും ആധിപത്യവും കൊടുത്ത് ദുഷ്ടാത്മാക്കളായി രൂപാന്തരപ്പെടുത്തി അവരെ ട്രെയിനിങ് കൊടുത്ത് പരിശീലിപ്പിച്ച് അടിമകളാക്കി അവരെ പുറത്തയക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ നശിപ്പിക്കാൻ, കുടുംബങ്ങളെ നശിപ്പിക്കാൻ. അതിന് മാത്രമേ ഒരു ആത്മാവിന് പുറത്തു വരാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞത് ധനവാനോട് എങ്ങോട്ട് വരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15 അപ്പോസ്തലൻ പറയാണ്, യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തത് സകല മരിച്ചവരുടെയും ആദ്യ ഫലമായി യേശു മരിച്ചെന്ന് ഉത്ഥാനം ചെയ്ത് പറയുന്നതിന് കാരണം അതാണ്. എല്ലാ മരിച്ചവരുടെയും ആദ്യ ഫലമായി യേശുവാണ് ഉത്ഥാനം ചെയ്തത്. ഹല്ലേലൂയ. കാരണം അതിനു മുമ്പ് മരിച്ച ഒരുവന് പോലും ഈ നരകത്തിൽ ഒറ്റവരും പോലും പുറത്തു വന്നിട്ടില്ല. പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അശുദ്ധാത്മാക്കളായി പിശാചിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യേശു സാത്താൻ ആധിപത്യങ്ങളെ തകർത്ത് എല്ലാ മരിച്ചവർക്കും എല്ലാ പാപികൾക്കും രക്ഷയുടെ കവാടം തുറന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ആ കുരിശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ടാണ്. പക്ഷെ അത് മൂടപ്പെട്ടു. നരകത്തിലേക്ക് പോയ യേശുവിൻ്റെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അടച്ചു വയ്ക്കപ്പെട്ടു ഇത്രയും നൂറ്റാണ്ടുകൾ. അതുകൊണ്ടാണ് 917 ഫാത്തിമയിൽ 6 മാസം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ 1-2 മാസമല്ല, 6 മാസങ്ങൾ എല്ലാ മാസവും തുടർച്ചയായി 13-ാം തീയതി തോറും പ്രത്യക്ഷപ്പെട്ടു. അത് 3 കുട്ടികൾക്ക് സ്ഥിരമായിട്ട്. എന്തിനു വേണ്ടി 6 മാസം പ്രത്യക്ഷപ്പെട്ടത്? താൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്നുള്ള ഉറപ്പ് ജനം അറിയണം. അതൊരു കുട്ടികളുടെ തോന്നലല്ല, ഇതൊരു സത്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ മാസം 13-ാം തീയതി തലേമാസം മാതാവ് പറഞ്ഞിരുന്നത് പോലെ സൂര്യനിൽ വലിയ അടയാളം സംഭവിച്ചത്.
75,000-ഓളം ആളുകൾ അത് കണ്ണുകൊണ്ട് കാണാൻ ഇട വന്നത്. പരിശുദ്ധ അമ്മയിലുള്ള നൽകപ്പെട്ട ദൗത്യം എത്രമാത്രം പ്രാധാന്യമുള്ളതെന്ന് ജനം അറിയണം, സഭ അറിയണം. അതുകൊണ്ടാണ് എല്ലാ മാസവും 13-ന് മാതാവിനെ അയച്ചുകൊണ്ടിരുന്നത്. മാതാവ് സ്വയം വന്നതല്ല, പിതാവ് അയക്കുന്നതാണ് ഓരോ മാസത്തിലും. ഈ ദൗത്യം എന്താ അമ്മ എന്ന് പറഞ്ഞത്? നരകവും കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, പാപം പാപികളുടെ ആത്മാക്കൾ, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ എന്നല്ല പറഞ്ഞത്, പാപം പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. എന്നിട്ട് പറയാണ്, അവരെ രക്ഷിക്കുവാൻ പ്രാർത്ഥിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. വലിയൊരു ദൗത്യം സഭയെ ഭരമേൽപ്പിച്ചു, ലോകത്തെ ഭരമേൽപ്പിച്ചു. പക്ഷേ ആരും അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നില്ല. 105 വർഷങ്ങൾ കടന്നുപോയപ്പോഴാണ് 2020 ഞാൻ കർത്താവിൻ്റെ ദാസ്യങ്ങൾ ഏതാനും പേര് ഫാത്തിമയിൽ ചെല്ലുമ്പോൾ, ലൂർദിലെ പോർച്ചുഗലിലെ ഫാത്തിമയിൽ അവിടെ ആയിരുന്നു പ്രാർത്ഥനകളിലെ സമയങ്ങളിൽ. അവിടെ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു വലിയ പ്രചോദനം എനിക്ക് ലഭിക്കുകയാണ്. ഈ ഫാത്തിമ ദൗത്യം ഏറ്റെടുക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഞാൻ ചിന്തിച്ചതിനെക്കുറിച്ച്, ദൈവമേ, ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. സാത്താനെതിരെയുള്ള നേരിട്ടുള്ള യുദ്ധമാണത്. കാരണം ആത്മാക്കൾ കിടക്കുന്ന സാത്താൻ അടിമത്തിൽ കിടക്കുകയാണ്. ആ അടിമത്തിൽ നിന്നും ആത്മാക്കളെ മോചിപ്പിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. പിശാചമായ യുദ്ധമാണ്, ഉഗ്ര പോരാട്ടമാണ്. എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, അത് ഏറ്റെടുക്കുവാൻ അത്ര നിസ്സാര ഒരു കാര്യമല്ലല്ലോ. ഇത് പിശാചമായ ഒരു പോരാട്ടമാണല്ലോ. ദൈവമേ, എനിക്ക് അല്പസമയം തരണമേ എന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു ഉത്തരം വേണം. ഞാൻ 1 മാസം ഞാൻ പ്രാർത്ഥിച്ചു. ആ 1 മാസം അത് കാരണം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എടുക്കാതിരിക്കുക ചെയ്യാമായിരുന്നു. 1 മാസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ കുറിച്ചൊരു അറിവ് ലോകത്തിൽ ആർക്കുമില്ല. കർത്താവിൻ്റെ അഭിഷേകം, സ്വീഡിഷിൻ്റെ അഭിഷേകമാണ് ഈ സത്യം പുറത്തു കൊണ്ടുവന്നത്. നഷ്ടപ്പെട്ട ആത്മാക്കളെ രക്ഷയെക്കുറിച്ചുള്ള അറിവുകൾ വചനത്തിലൂടെ നൽകിയത് സ്വീഡിഷിൻ്റെ അഭിഷേകമാണ്. ഈ അറിവ് ലോകത്തിൽ ആർക്കുമില്ലാത്തത് കൊണ്ട് ലോകത്തിൻ്റെ അവസാനം വരെയും ഒരുവനെ കൊണ്ടുപോലും ഈ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കാര്യം മനസ്സിലാക്കി, ഇത്രമാത്രം ദൈവനെ പഠിപ്പിച്ചിട്ട് ഞാൻ എന്തിനും മാറി നിൽക്കണം. കർത്താവ് വലിയ ആവശ്യപ്പെട്ടത്, ഞാൻ കർത്താവ് ഞാൻ തയ്യാറാണ്, റെഡിയാണ് ഏറ്റെടുക്കാൻ. അങ്ങനെ 2020 മേരിലാൻഡിലെ ശുശ്രൂഷയിൽ ഞാൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചത് ഈ ഫാത്തിമ ദൗത്യം ഏറ്റെടുക്കുന്നുവെന്ന്. 2022 ശേഷം 22 മുതലാണ് പിന്നീട് റാലികൾ ആരംഭിക്കുകയാണ് ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ 2022 മുതൽ 2 വർഷക്കാലം എല്ലാ മാസവും 13-ാം തീയതി നമ്മൾ സൂര്യത്തിലെ മേരിലാൻഡിൽ റാലി നടത്തുന്നത് ഈ ഫാത്തിമ ദൗത്യം ഇത് വിജയം വരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ വിജയം വരിക്കണം? ഇത് സഭയിലാണ് വരേണ്ടത്, സഭയാണ് തിരിച്ചറിയേണ്ടത്. ഇവർക്ക് രക്ഷയുണ്ടെന്ന് സത്യം ഇവർ അറിയണം. അത് അറിയണമെങ്കിൽ ദൈവം ഇടപെട്ടേ പറ്റൂ. കാരണം എപ്രകാരം ഒരു പഠനസഭയിൽ കിടക്കുമ്പോൾ കഴിഞ്ഞുപോയ തലമുറകളിൽ പല മാർപ്പാപ്പമാരും ശ്രമിച്ചിട്ടുണ്ട് ഇതും തിരുത്താൻ വേണ്ടിയിട്ട്. ഒരു മാർപ്പാപ്പ തിരുത്തി, തൻ്റെ കാലത്ത് ഈ പഠനം തിരുത്തി, നരകത്തിൽ രക്ഷയില്ല എന്നുള്ള പഠനം മാറ്റി രക്ഷയുണ്ടെന്ന് കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം പാഷണ്ടിയായി. അടുത്ത മാർപ്പാപ്പ വന്നപ്പോൾ അദ്ദേഹത്തെ പാഷണ്ടിയാക്കി മാറ്റി. ഹെറസിയാണ്. പിന്നെ ഏതെങ്കിലും പുരോഹിതന്മാർ ഇത് പൊക്കിയെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സഭയ്ക്ക് പുറത്തായി, പാഷണ്ഡതയായി മാറി. ഇത് മാത്രമല്ല, സഭ കൊണ്ടുവന്ന ചില ശാപങ്ങളുണ്ട്. ഒരു പുസ്തകമുണ്ട്, ശാപങ്ങളുടെ പുസ്തകം. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും പറയുന്നവൻ നരകത്തിൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞ് അവൻ ശപിക്കപ്പെട്ടവനാണ്. എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങൾ സഭയ്ക്കുള്ളിലുണ്ട്. ഇങ്ങനെയെല്ലാം കിടക്കുന്ന വലിയ പൈശാചികമായ ഇടപെടലുകളിൽ എങ്ങനെ സാധിക്കും ഈ ആത്മാക്കൾ രക്ഷയുണ്ടെന്ന് പറയാൻ? അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഖ്യാപനം വന്ന് നരകത്തിൽ രക്ഷയുണ്ട് എന്നുള്ള പഠനങ്ങൾ വന്നപ്പോഴേക്കും വളരെ അധികമായി സ്പിരിറ്റേഴ്സ് എതിർക്കപ്പെട്ടത്. ആത്മാക്കളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ തന്നെ എതിർപ്പുകൾ വന്നു. പക്ഷേ ഈ നരകത്തെക്കുറിച്ച് വന്നപ്പോഴേക്കും എതിർപ്പുകൾ ശക്തമായി മാറി. പക്ഷെ അവിടെയൊന്നും കുലുങ്ങാതെ പാറ പോലെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ കന്യാമറിയം നമ്മളെ സഹായിച്ചു, അടിയനെ സഹായിച്ചു, ദാസിയെ സഹായിച്ചു, ഓരോ സ്പിരിറ്റ് മക്കളെ സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ ഒരുവന് പോലും ചെയ്യാൻ സാധ്യമല്ലാത്തതും ഒരുവനും അറിവില്ലാത്ത ഒരു കാര്യം, ആ വലിയ നിധിയാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്.
ആ വലിയ അറിവാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, ജമാൽ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട ഏതൊരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ആഴമായ അറിവും ബോധ്യവുമാണ് നമുക്ക് നൽകപ്പെട്ട നിധി എന്നുള്ളത്. ഹല്ലേലൂയ. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ വിജയം നമ്മുടെ ഭാഗത്തായിരിക്കും. കാരണം ഇത് നമ്മുടെ പദ്ധതിയല്ല, സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ നിന്നുകൊടുത്താൽ മാത്രം മതി ഇത് വിജയിപ്പിക്കാനായിട്ട്. നിന്നുകൊടുത്താൽ മാത്രം മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ വിശുദ്ധി എന്നുള്ളത്. ഇന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയിൽ വളരെ എത്രയോ 1.5 മണിക്കൂർ സമയം പ്രാർത്ഥിച്ചത് ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും ദൈവം പരിഹാരം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ഈ പ്രാർത്ഥന നടത്തപ്പെട്ടതിലൂടെ ആഴമായ വിശുദ്ധീകരണവും ആഴമായ ഹൃദയ സൗഖ്യവും കർത്താവ് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളെ ശക്തരും കരുത്തരുമാക്കി മാറ്റി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ശത്രു തലയെ തകർക്കുവാൻ തക്കവണ്ണം ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ജ്ഞാനവും ഇന്ന് നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തന്നെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഗ്ലോറി. നന്ദി പറയുന്ന അപ്പാ, സ്തുതിക്കുന്ന പിതാവേ. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി. ദൈവമേ, ദുർബലനും ബലഹീനനുമായ മനുഷ്യരെ തെരഞ്ഞെടുത്ത് അവിടുത്തെ വലിയ പദ്ധതി ഏൽപ്പിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്. ഞങ്ങളെ അയോഗ്യരായിരുന്നിട്ടും ഞങ്ങളെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഫലമേൽപ്പിച്ച സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു ദൈവമേ, അവിടുത്തെ നാമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ തയ്യാറാണ്. സ്പിരിറ്റ്സ് തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. ശത്രുവിനെ ജയിക്കുമ്പോഴും യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിലൂടെ വലിയ ശക്തിയും വലിയ അഭിഷേകവും നൽകി ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ സംരക്ഷിക്കണേ, പരിപാലിക്കണമേ. അതിനുവേണ്ടി വിശുദ്ധിയെ അജയമായി പരിചയമാക്കി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. കയ്യിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കണ്ണിൽ അടച്ചുകൊണ്ട് ഒരു നിമിഷം സ്വന്തം ഹൃദയത്തിൽ നീ തീരുമാനമെടുക്കണം. ദൈവം എന്നെ വിളിച്ചേൽപ്പിച്ച ഒരു വലിയ ദൗത്യം, സ്വർഗത്തിൻ്റെ ഒരു ദൗത്യമാണിത്. മനുഷ്യൻ അവൻ്റെ അജ്ഞത മൂലം അടച്ചു വെച്ച ദൈവത്തിൻ്റെ കാരുണ്യവും ക്ഷമയും ദൈവത്തിൻ്റെ സ്നേഹവുമാണ് അടയ്ക്കപ്പെട്ടത്. അവർക്ക് രക്ഷയില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ, അവിശ്വാസത്തിലൂടെ കോടിക്കണക്കിന് ആത്മാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പിതാക്കന്മാര് നഷ്ടപ്പെട്ട് നരകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെട്ട് പിശാചിൻ്റെ അടിമകളായി, അശുദ്ധാത്മാക്കളായി അവർ സാധാരണ അടിമകൾ ചെയ്യുകയാണ്. പ്രകാരം നമ്മുടെ പിതാക്കന്മാര് അടിമത്തിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നത്? നമുക്ക് എന്ത് ശ്രേയസ്സാണ് ഉണ്ടാവുന്നത്? നമുക്ക് എന്ത് അനുഗ്രഹമാണ് പ്രാപിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഇന്ന് മനുഷ്യർ നശിക്കുന്നു, കുടുംബങ്ങൾ നശിക്കുന്നു, ദേശങ്ങൾ നശിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരമില്ല. എത്ര പ്രാർത്ഥിച്ചാലും ബന്ധനങ്ങൾ അഴിയുന്നില്ല, ശാപങ്ങൾ വിട്ടുപോകുന്നില്ല. കാരണമാർക്കും അറിയില്ല. എന്നാൽ ഇതിൻ്റെ താക്കോല്, ഇത് തുറക്കാനുള്ള താക്കോല്, അധികാരം നമുക്ക് നൽകപ്പെട്ടപ്പോൾ ഇതറിയുന്ന സ്പിരിറ്റ്സിൻ്റെ മക്കള് എത്രയോ അധികമായി ഈ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കേണ്ടവരാണ്. ഈ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഇതിനെതിരെ നിൽക്കുന്ന പിശാചിനെ തകർത്തു കളയേണ്ടയോ, അവൻ്റെ വ്യാമോഹങ്ങളെ തകർച്ച കളഞ്ഞ് സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ പദ്ധതികളെ വിജയിപ്പിച്ചു കൊടുക്കേണ്ടയോ? പ്രിയപ്പെട്ടവരെ, അവൾ നിന്റെ തല തറക്കുമെന്ന് പിതാവ ദൈവം അന്ന് പ്രഖ്യാപിച്ച സ്ത്രീയായ പരിശുദ്ധകന്യാമറിയത്തിലൂടെ ഈ അവസാന കാലങ്ങളിൽ പൂർത്തീകരിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലാണ് നമ്മൾ പങ്കുകാരായിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ആ യുദ്ധമുന്നണിയിൽ ഇന്ന് നമ്മളും പടയാളികളായി കടന്നു വന്നിരിക്കുകയാണ്. അത് മറിയത്തിൻ്റെ യുദ്ധമാണ്. കാരണം അവളാണ് അവൻ്റെ തല തകർക്കുന്നത്, സാധാരണ തല തകർക്കുന്നത്. പക്ഷേ ആ തല തകർക്കപ്പെടുന്നത് ഒരിക്കലും മാതാവ് പോയി പാവനെ നശിപ്പിക്കുകയല്ല, മറിച്ച് തൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത്, ജനത്തെ, മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവരെ വിശുദ്ധീകരിച്ച് തൻ്റെ മക്കളാക്കി അവരെ മാറ്റി അവരെ ശക്തരാക്കി വളർത്തിയെടുത്ത് അവരെ കൊണ്ടാണ് സാത്താൻ്റെ തലയെ അവിടെ തകർക്കാൻ പോകുന്നത്. അതിന് കാരണം ഔവ്വയെ ചതിച്ചത് സർപ്പമാണ്, സാത്താനാണ്. ഔവ്വ വഞ്ചിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയായ ഔവ്വ വഞ്ചിക്കപ്പെട്ടത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രതികാരം സാത്താൻ്റെ ഇപ്രകാരമായിരിക്കും. മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവരെ വിശുദ്ധീകരിച്ച് സ്വന്തം മക്കളാക്കി മാറ്റി അവരെ മറിയത്തിൻ്റെ മക്കളാക്കി മാറ്റി ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവരുടെ സന്താനങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരിലൂടെയാണ് സാത്താനുള്ള യുദ്ധം നടക്കുന്നത്. ആ യുദ്ധമാണ് ഇന്ന് സ്പിരിറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റൂടേ, സന്തോഷിക്കാം. നമുക്ക് ഈ ലോകം എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം ചെളിവാരി എറിഞ്ഞാലും, എത്രമാത്രം കല്ലെറിഞ്ഞാലും നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്.
സ്വർഗരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. അതിനാൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ കർത്താവിനോട് വേല ചെയ്യുവാൻ അപമാനിക്കപ്പെടാൻ സാധിച്ചത് ഒരു യോഗ്യതയായി ഞാൻ പരിഗണിക്കുന്നു കർത്താവേ. ഓ സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്ന ദൈവമേ, നന്ദി പറഞ്ഞ് ഞാൻ മഹത്വപ്പെടുന്നു കർത്താവേ. ഒരിക്കലും പിന്നോട്ടില്ലാത്തൊരു യുദ്ധം ഞങ്ങൾക്ക് ജയിച്ചേ ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റൂ. ഈ യുദ്ധം ജയിച്ചേ അവസാനിപ്പിക്കാൻ പറ്റൂ. അഭിഷേകം അത് ജയിപ്പിക്കും. അഭിഷേകം ജയിപ്പിച്ചിരിക്കും. നമ്മുടെ കണ്ണുകളത് കാണും. വരും തലമുറയല്ല, നമ്മുടെ കണ്ണുകളത് കാണും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും ആ കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ പറ്റിയില്ല. യോശുവയും കാലബും നേതൃത്വം നൽകിയ ഇളം തലമുറയാണ് അവിടെ പ്രവേശിച്ചത്. പക്ഷെ ഇവിടെ ടോംസക്രിയ അത് കാണും, കാതിരമറിയം കാണും. കാരണം ഈ യുദ്ധം കർത്താവിനെ യുദ്ധം ജയിപ്പിച്ച് കൊടുക്കും. ഈ വിജയം ഞങ്ങൾ കാണും, നിങ്ങൾ കാണും, നീ കാണും ഈ വിജയം. ഓ ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം. കർത്താവ് യേശു ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മത്തായി സുവിശേഷം 28:18 നിങ്ങൾ വായിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, ഇതാ സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെ ശിക്ഷപ്പെടുത്തുവിൻ. ഈ വചനം വായിച്ചപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്താണ് അങ്ങനെ കർത്താവ് പറഞ്ഞത്? ഇതാ സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് അപ്പോസ്തലന്മാരോട് പറഞ്ഞ വചനമാണ്. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ ദാസന്റെ എല്ലാ പ്രഘോഷങ്ങളും നടത്തപ്പെടുന്നത് നരകത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി എല്ലാ പ്രഘോഷങ്ങളിലും നരകമുണ്ട്, നരകത്തിലെ ആത്മാക്കളുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, അപ്പോസ്തലന്മാരോ പത്രോസോ, ഞാൻ പറഞ്ഞു പത്രോസ് 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ ആത്മാക്കളെ കുറിച്ച്, രക്ഷയെക്കുറിച്ച്. അപ്പോസ്തലന്മാരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു എനിക്ക് മനസ്സിലായി, ദൈവം അവർക്ക് കൊടുത്ത 2 നിധികളാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരം. സ്പിരിറ്റിന് നൽകപ്പെട്ട നിധിയാണ് നരകത്തിന് മേൽ കൂടിയുള്ള അധികാരം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. അത് അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് സ്പിരിറ്റ് അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഇന്ന് അവർക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ. ഇപ്പോൾ സ്പിരിറ്റിൻ്റെ അഭിഷേകത്തിന് സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുണ്ട്. ഞാൻ മനസ്സിലാക്കണം, അപ്പോസ്തലന്മാർക്ക് 2 അധികാരം കൊടുത്തു, സ്വർഗത്തിലും ഭൂമിയിലും അധികാരം കൊടുത്തപ്പോൾ സ്പിരിറ്റ് അഭിഷേകത്തിന് സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, 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 ആവേ മരിയ. അതിൻ്റെ കാരണം ജ്ഞാനമാണ്. ഇന്ന് നമ്മളെ നയിക്കുവാൻ ജ്ഞാനം നമുക്ക് നൽകപ്പെട്ടത് കൊണ്ട്, നമ്മുടെ പരിചയമായതുകൊണ്ട്, സാത്താനെ തകർക്കുന്ന പരിചയമായി ജ്ഞാനം നൽകപ്പെട്ടത് കൊണ്ട് കർത്താവ് അധികാരം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസ്തരായിട്ട് നിൽക്കണം. അതാണ് വിശ്വസ്തരായിട്ട് ജീവിക്കണം, വിശുദ്ധരായിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ ഈ വചനം നമ്മളോട് പറയും, വിശ്വസ്തനും യജമാനൻ പറഞ്ഞു കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. നല്ലവനായിരിക്കുക, വിശ്വസ്തനായിരിക്കുക. ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങളിൽ തന്നെ ഞാൻ ഫലമേൽപ്പിക്കും. ഈ ഒരു സമ്മാനം സ്വീകരിക്കാൻ നീ തയ്യാറാകണം. ഓരോ സ്പിരിറ്റ് മക്കളും തയ്യാറാകണം. ആമേൻ. 2 കാര്യം. ഒന്ന്, നീ വിശ്വസ്തനായിരിക്കുക, നല്ലവനായിരിക്കുക. എങ്ങനെ നല്ലവനാകുന്നത്? വിശുദ്ധിയിൽ വചനം പാലിച്ചുകൊണ്ട്, വചനം പാലിച്ചു വിശുദ്ധനായി ജീവിക്കുക, വിശ്വസ്തനായിട്ട് ജീവിക്കുക. അപ്പോൾ കർത്താവ് പറയും, നിന്നെ ഞാൻ അനേകം കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയും, കർത്താവ് എന്നെ പരിശോധിച്ചറിഞ്ഞു, എന്നെ പരീക്ഷിച്ചറിഞ്ഞു, ഞാൻ വിശ്വസ്തനാണ്, ദൈവം കണ്ടു. ഹല്ലേലൂയ. ഈ 36 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരീക്ഷകൾ കടന്നുപോയിട്ടുണ്ട്, ഭക്തിയിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഒത്തിരിയേറെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അനേകം ദിനരാത്രങ്ങൾ കണ്ണീരോടെ നിലവിളിച്ചിട്ടുണ്ട്.
ആരോടും പറയാനാവാതെ വലിയ വേദനകളിൽ നിലവിളിച്ചിട്ടുണ്ട്. ദൈവം ചിലപ്പോൾ ദൈവം പോലും ഇല്ല, ഉപേക്ഷിക്കപ്പെട്ടു പോയോ, തള്ളപ്പെട്ടു പോയോ, ഒരു സാന്നിധ്യം പോലും ഇല്ലാതെ നിലവിളിച്ച ദിവസങ്ങളുണ്ട്. അനേകം മാസങ്ങളോ പക്ഷേ വർഷങ്ങളോ വലിയ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഒന്നും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇതെല്ലാം കടന്നു പോകുന്നത് എന്നുള്ളൊരു അറിവ് അത് അന്ന് എൻ്റെ ഉള്ളിൽ ആഴത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ കാലം കടന്നു പോയി ഞാൻ മനസ്സിലാക്കി, ഇതിനപ്പുറത്തൊരു മഹത്വം ദൈവം വെച്ചിട്ടുണ്ട്, ഒരു വലിയ മഹത്വം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന, ദൈവമേ, ഈ 36 വർഷക്കാലം കൊണ്ട് ഒരുവനെ എടുത്ത് പരിശീലിപ്പിച്ച് അവനെ യോഗ്യനാക്കി ശക്തനാക്കി ദൈവത്തിന് വേണ്ടി നിർത്തുന്ന നിസ്സാര കാര്യമല്ല. ഇത്രയും വർഷങ്ങൾ ഇതെന്നെ പഠിപ്പിക്കാൻ, പരിശീലിപ്പിക്കാൻ എത്രമാത്രം എൻ്റെ ദൈവം തൻ്റെ സമയം വ്യയം ചെയ്തിട്ടുണ്ട്. പാപത്തിന് ചളിക്കുണ്ടിൽ വീണ് വളർന്നവനായ മാതൃഗർഭത്തിലെ പാപത്തിൽ ഉരുവാക്കപ്പെട്ട് എല്ലാ പാപവുമായി ഈ ലോകത്തിൽ ജീവിച്ച് അപ്രകാരം ഒരു ചളിക്കുണ്ടെന്ന് എടുത്ത ഒരുവനെ കഴുകി ശുദ്ധീകരിക്കുവാൻ എത്ര വർഷങ്ങൾ ദൈവം എടുത്തു. എത്രമാത്രം ദൈവം ചേർന്ന് നിന്ന് പരിശോധിച്ച് പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ജീവിതം എന്തായിരിക്കണം. അതൊരു അണുവിട കൊണ്ടുപോലും എൻ്റെ ദൈവത്തിന് ഞാൻ അവിശ്വസ്തനാകരുത് എന്നൊരു അറിവ് എൻ്റെ ഉള്ളിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കാരണം എൻ്റെ യുദ്ധം സാത്താനെതിരെയാണ്. എൻ്റെ ശത്രു സാത്താനാണ്. സാത്താൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സാമ്രാജ്യം. അവിടെ ഞാൻ ജയിക്കണമെങ്കിൽ അത്രമാത്രം ഞാൻ കരുതലുള്ളവനായിരിക്കണം, ജാഗ്രത പാലിക്കണം. അറിവെൻ്റെ ഉള്ളിലുണ്ട്. ആ അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് വിശുദ്ധിയിലും വിശ്വസ്തനുമാകുവാൻ എന്നെ സഹായിക്കുകയാണ്. അപ്പോൾ ദൈവം ഇത്രമാത്രം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇനി മറ്റൊരുവനെ ഇതൊക്കെ പഠിപ്പിച്ച് എടുക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. കാരണം എത്രയോ എതിർപ്പുകളാണ്. ആത്മാക്കളെ കുറിച്ചുള്ള പഠനങ്ങൾ വന്ന കാലങ്ങളിൽ എത്രമാത്രം എതിർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ എത്രമാത്രം ശക്തമായ എതിർപ്പുകൾ വന്നു സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നുമൊക്കെ. പക്ഷെ അവിടെയൊക്കെ അതിനെയൊക്കെ നേരിട്ട് നിൽക്കാൻ, ഇത് സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഇതിനു വേണ്ടി നിൽക്കണം, അവരെ രക്ഷപ്പെടുത്തണം. പിന്മാറി പോയാൽ അവർ രക്ഷപ്പെടില്ല എന്നുള്ള അറിവ് അവർക്ക് വേണ്ടി നിൽക്കുവാനുള്ള ഒരു ബലമായിട്ട് മാറി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, എന്നെ ഇവിടുന്ന് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചതുപോലെ ഞാൻ മാറിയാൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പകരം മറ്റൊരുവൻ ദൈവം എത്ര വർഷങ്ങളെടുത്താലാണ് ഇല്ല. എന്നെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ദൈവത്തോട് ഞാൻ വിശ്വസ്തനായിരിക്കണം. എനിക്ക് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് വിജയിപ്പിച്ച് കൊടുത്തേ പറ്റൂ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തലമുറയിൽ ഞാനും നിങ്ങളും ഈ വിജയം കാണുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. 2 തിമോത്തി 2:15 വചനം. 2 തിമോത്തി 2:15. 2 തിമോത്തി 2:15. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കുവാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവതിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടുവാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവതിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. ദൈവം ഏൽപ്പിച്ച സത്യത്തിൻ്റെ വചനം അത് ഏറ്റവും ഉചിതമായി നമ്മൾ കൈകാര്യം ചെയ്യണം. നിങ്ങൾ കൂട്ടായ്മയ്ക്കുള്ളിൽ പ്രത്യേകിച്ചും അടുത്ത വചനം ശ്രദ്ധിക്കണം. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരഹിതത്തിലേക്ക് നയിക്കും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹ്യൂമനയോസും ഫിലത്തോസും. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അഭിഷേകത്തിൻ്റെ പരിശുദ്ധിക്കെതിരായി ഒരു സ്പിഡിസുകാരനും ഒരു വാക്കും സംസാരിക്കരുത്. കൂട്ടായ്മയുടെ ഏതെങ്കിലും പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾ പരസ്പരം കുറ്റം പറയരുത്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ ദാസരെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് പഴുത്ത ഇല പോലെ അടന്നു പോകും. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, കർത്താവിൻ്റെ ദാസരെ വിധിക്കേണ്ടത് കർത്താവാണ്.
കാരണം കർത്താവിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓരോ നിമിഷവും ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ പരിശോധിക്കപ്പെടുന്നവരാണ്. നമുക്കൊരിക്കലും ഒരു മനുഷ്യർക്കും ഒരുവനെ കൊണ്ട് പോലും എതിര് പറയാൻ സാധ്യമല്ല, പറയാൻ പാടില്ല. പക്ഷെ കൂട്ടായ്മയ്ക്കകത്തത് ഞാൻ കേൾക്കുന്നു പരസ്പര കുറ്റാരോപണങ്ങൾ. ഞാൻ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഒരിക്കലും എൻ്റെ അപ്പച്ചനോട് ഒരു മനുഷ്യനെക്കുറിച്ച് ചോദിച്ചു, ഒരു സുവിശേഷ പ്രഘോഷനെക്കുറിച്ച്. കുറേ മോശമായ കാര്യമാണ് അദ്ദേഹം കേട്ടത്, സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പം എന്നോട് ചോദിച്ചു, നിനക്കറിയാമോ ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, അയാളിങ്ങനെ ഒത്തിരി കാശുണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞ നിമിഷം എൻ്റെ മേലൊരു തീയാണ് വന്ന് വീണു. എൻ്റെ ഉള്ളിൽ ഒരു തീ വന്ന് വീണു. എൻ്റെ മനസ്സിൻ്റെ സുബോധം നഷ്ടപ്പെട്ടതുപോലെ ഞാൻ ഒറ്റ നിമിഷം ഓടി എന്നെ മുറി ചെന്ന് വാതിലടച്ച് ഞാൻ ഞെളിവിരി കൊള്ളുകയാണ്. ദൈവം എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിവിടെ കത്തുകയാണ്. ഞാൻ ഭയന്ന് വലിയ അസ്വസ്ഥനായി. ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ മറ്റൊരിനെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തൊരു കാര്യം ഞാനിവിടെ പറഞ്ഞപ്പോൾ അത് ദൈവസേനയിൽ വലിയ ദൈവകോപത്തിന് കാരണമായിട്ട് മാറി. എൻ്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ആരെയും വിധിക്കാൻ അവകാശമില്ല. ആ വിധി ദൈവത്തിൻ്റെതാണ്. ഒരുവനോട് കുറ്റം പറയാൻ പാടില്ല. ഒന്നും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. അല്ല, മറ്റൊരു സാക്ഷി കൂടി ഏറ്റു പറയും. എൻ്റെ മനസ്സിൽ വന്ന് ഓർത്ത് പറയുകയാണ്, ഇത് സ്ഥലം ഏതാണത്? സുൽത്താൻ ബത്തേരിയാണ്. പണ്ട് കണ്ണൂരിൽ കുറേ വർഷം മുമ്പാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. ഒരു ശുശ്രൂഷ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് കോഴിക്കോട് ഒരു പള്ളിയിൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 7 മണിക്ക് എത്തണമായിരുന്നു. കണ്ണൂരിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാനുണ്ട്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ നാഷന്ന് ഇത്ര റോഡൊന്നുമില്ല. മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും വന്നപ്പോൾ തന്നെ റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കുക. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ അസ്വസ്ഥതയുമേ, സമയത്ത് കൃത്യം ഓടിയെത്തെങ്കിൽ മാത്രമേ 7 മണിക്ക് ഈ കോഴിക്കോട് പള്ളിയിൽ എത്താൻ പറ്റുള്ളൂ. പെട്ടെന്നൊരു അസ്വസ്ഥത മനസ്സിൽ ഫീൽ ചെയ്തു. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണല്ലോ. വളരെ വേഗം എൻ്റെ ഉള്ളിൽ ആത്മാവ് എനിക്കൊരു നിർദ്ദേശം തരികയാണ്, ശബ്ദിക്കരുത്, ഒന്നും മിണ്ടരുത്. എൻ്റെ ഉള്ളിൽ വരികയാണ്, ഒന്നും സംസാരിക്കരുത്, വിധിക്കരുത്, കുറ്റം പറയരുത്. നിശബ്ദത പാലിച്ചാൽ ഇനി നിൻ്റെ മുമ്പിലുള്ള എല്ലാ ഗേറ്റും തുറന്നു കിടക്കും. ഞാനത് ശ്രമിച്ചു. ഞാൻ നിശബ്ദനായി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെട്ടെന്ന് കുറ്റം പറയും. സർക്കാർ ഇത്രയും കാലമായിട്ട് ഒരു പാലം ഉണ്ടായിക്കൂടെയോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ വന്ന നിർദ്ദേശം, ആ നിമിഷം ഞാൻ നിശബ്ദനായി. ഞാൻ ഒന്നും പറഞ്ഞില്ല. തന്നെ നന്ദി ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജമാൽ ചൊല്ലിക്കൊണ്ട് പോരുകയാണ്. പിന്നീട് ഇങ്ങോട്ട് വന്ന വഴിക്കുണ്ടായിരുന്ന എല്ലാ ഗേറ്റുകളും ഒന്നൊന്നായി തുറന്നു കിടക്കുകയാണ്. വന്ന വഴിയിൽ ഒറ്റ ഗേറ്റ് അടഞ്ഞു കിടന്നില്ല. ഞാൻ കോഴിക്കോട് വരുന്നവരെ വർഷത്തിൽ എത്രയോ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ്, അതുപോലും ഈ സർക്കാരിന് ഇവിടെ ഈ പാലം ഉണ്ടാക്കിക്കൂടെ എന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല, പാടില്ല, വിധിക്കരുത്. അതാണ് ഞാൻ പഠിച്ച പാഠം. അത് ദൈവം കർത്താവിന് ഇഷ്ടമല്ല ആരെയും വിധിക്കാൻ. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ ആത്മീയരെന്ന് പറയുന്ന നമ്മൾ നടത്തുന്ന വിധി തീർപ്പുകൾ എത്രമാത്രം കർത്താവിന് ദുസ്സഹമാണെന്ന് ഓർക്കണമേ. അത് കൂട്ടായ്മ ഉള്ളവരെ പറ്റി, പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറിനെ കുറിച്ചായിരിക്കാം, കൂട്ടായ്മപ്പെട്ട ഒരുവനെ കുറിച്ചായിരിക്കാം. അരുത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊരു കൽപ്പനയാണ്. അതുകൊണ്ട് ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഗസ്യത്തിലേക്ക് നയിക്കും. ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ കേൾക്കുന്ന മറ്റവൻ എന്താ വിചാരിക്കുന്നത്? ഇവരൊക്കെ ഇങ്ങനെയാണ്. നിങ്ങളുടെ കൂട്ടായ്മപ്പെട്ട ഒരാളെക്കുറിച്ച് കൂട്ടായ്മപ്പെട്ട ഒരാൾ മറ്റൊരാളുടെ കുറ്റം പറയുകയാണ്. അത് കേൾക്കുന്നവൻ പിന്നെ കൂട്ടായ്മയ്ക്ക് വരുമോ? ഒരിക്കലും വരില്ല. നമ്മൾ നശിപ്പിക്കുന്നവരായിട്ട് മാറുകയാണ്. അത് വലിയ തിന്മയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് പറഞ്ഞ് സഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. സഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. ഉച്ചത്തിൽ സഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. ഹല്ലേലൂയ. സ്വന്തം കുടുംബത്തിൽ ജീവിത പങ്കാളി തൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട് സഹിക്കണം, ക്ഷമിക്കണം, സ്നേഹിക്കണം. മക്കൾ മാതാപിതാക്കളോട്, അയൽവാസികളോട്, മേലധികാരികളോട് ഈ നിയമം പാലിക്കുക. നിൻ്റെ കുടുംബവും നീ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക. ആദിമ സമൂഹം ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്? എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? അവരുടെ സ്നേഹം കണ്ടതുകൊണ്ടാണ്. ഒരു ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടത് ബൈബിൾ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്.
അവരെ വിളിക്കപ്പെട്ടതിൻ്റെ കാരണം അവരുടെ സ്നേഹം കണ്ടതുകൊണ്ടാണ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ഏത് കൂട്ടായ്മ എവിടെ ഏത് ദേശക്കാരാണോ, നിങ്ങളുടെ സ്നേഹം കണ്ടുകൊണ്ട് ആ സ്നേഹമായിരിക്കട്ടെ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യപ്പെട്ട ദിവസം നമുക്ക് നല്ല തീരുമാനമെടുക്കാം. ഇന്ന് പിതാവ് നൽകിയ അഭിഷേകം ഇത്ര ശക്തമായിട്ട് അവിടുന്ന് അഭിഷേകം അയച്ചു നമ്മുടെ മേൽ. നമുക്ക് ഉറച്ചു നിൽക്കാം പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം, സഹനങ്ങളെ നേരിടാം, സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് നമ്മൾ വിജയം പ്രാപിച്ചവരായിട്ട് നമുക്ക് മാറാം. നമുക്ക് ദൈവത്തിന് മുമ്പിൽ അപ്രകാരം നമ്മൾ കാണപ്പെടാൻ ഇടവരട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കയ്യിൽ കൊടുത്ത് പിടിക്കാം സ്വർഗത്തിലേക്ക്. നന്ദി പറയാം. ഇന്ന ദിവസം, ഈ 2 ദിവസക്കാലം നമ്മളിവിടെ കൂട്ടിക്കൊണ്ടുവന്ന് പല ദേശങ്ങളും നമ്മളിവിടെ വന്നിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇന്ന് സാബത്ത് ദിവസം, ദൈവം ഇന്ന് സാബത്തായി പ്രഖ്യാപിച്ച ദിവസമാണ്. ഈ സാബത്തിനെ ദൈവം അനുഗ്രഹപ്രദമാക്കിയെന്നാണ് വചനം പറഞ്ഞത്. സാബത്തിൻ്റെ അനുഗ്രഹമുണ്ട്. സാബത്ത് നിയമം പാലിക്കുന്നതിന് കൊടുക്കുന്ന അനുഗ്രഹം. നമ്മളിന്ന് എവിടെ നിന്നായിരുന്നു ദൈവത്തെ ആരാധിച്ചു, ആ സാബത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നിട്ടുണ്ടെന്ന്. എന്ത് നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. ഒരു മുല്ലപ്പൂവിൻ്റെ പരിമളം, ഒരു മുല്ലപ്പൂവിൻ്റെ മണമുണ്ട്, സുഗന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ സാബത്തിന് അതിൻ്റെ പരിമളമുണ്ട്, അതിൻ്റെ പരിശുദ്ധിയുണ്ട്. അത് നമ്മളെ പുലുകിയിരിക്കുകയാണ്, നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാളോട് ഒരുങ്ങുന്ന ദിവസത്തിൽ നമുക്ക് നല്ല തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയുടെ മക്കളായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ, യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി ലോകത്തിൻ്റെ പ്രകാശമടം ജീവിക്കാം. ഇന്നലെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കരുത്, നിങ്ങൾ സുവിശേഷ വാഹകരായിട്ട് മാറണം, ഇറങ്ങി പുറപ്പെടണം. നമ്മുടെ പരിചയമാണ് പരിശുദ്ധ കന്യാമറിയം, നമ്മുടെ പരിചയമാണ് ജപമാല. നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ചും ക്രൈസ്തവ ഭവനങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് ജപമാലയെക്കുറിച്ച് പറഞ്ഞ് പ്രത്യേകിച്ചും ഈ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പറയാം, നമ്മുടെ നാട്ടിലുള്ള ദുരിതങ്ങളെ അകറ്റാനുള്ള മാർഗം ജപമാലയാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ, ജപമാല ചൊല്ലിയാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, തലമുറക്ക് രക്ഷയുണ്ടാകും. നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്, മനുഷ്യരോട് പറഞ്ഞു കൊടുക്കാനുണ്ട്. നിങ്ങൾ 2-3 പേര് ചേർന്ന് ഒരു ഭവനങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അവിടെ നമുക്ക് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്താൻ സാധിക്കും. വളരെ വേഗത്തിൽ നമുക്ക് സുവിശേഷം കൊടുക്കാൻ പറ്റും. അവിടെ എല്ലാം വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങിച്ചെല്ലും. കാരണം ഏത് കുടുംബത്തിൽ ജപമാല 153 മണി ജപമാല ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം ഇറങ്ങിച്ചെന്നിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വീഡിഷിൻ്റെ മക്കൾ അത് ഇന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്രകാരം സംഭവിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾ വെറുതെയല്ല പോകുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നിങ്ങളുടെ കൂടുതൽ അഭിഷേകമുണ്ട്. നിങ്ങൾ അഭിഷേകമാണല്ലോ കൊണ്ടുപോകുന്നത്. ഓരോ ഭവനങ്ങളും ഓരോ ദേശങ്ങളും കടന്നു പറയാനായിട്ട്. അത് അനേകർക്ക് വിടുതലിന് കാരണമായിട്ട് മാറും. അപ്രകാരം ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? തയ്യാറുള്ളവർ കൈവർത്തി പിടിക്കുക. തയ്യാറുള്ളവർ മാത്രം. ഇവിടെ കർത്താവിനെ പോലും വാക്ക് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് തെറ്റിക്കരുത്. എനിക്ക് സാധിക്കും. ഒരാഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച ശബത്ത് ദിവസമാണ്, ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ ഞായറാഴ്ചകളിലും ഒരു 2-3 മണിക്കൂർ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലിരുന്ന TV-യോ സിനിമയോ കണ്ട് നശിപ്പിച്ച് കളയുന്ന സമയം കർത്താവിന് കൊടുക്ക്. ദൈവരാജ്യം വളരട്ടെ. എത്രയോ മനുഷ്യരാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. പ്രശ്നങ്ങളിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ നമ്മുടെ ഒറ്റ വാക്കായിരിക്കാം ഒരു ജീവനെ രക്ഷിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, നിങ്ങളുടെ ഈ ദൗത്യം വിജയപ്രദമാക്കി മാറ്റി തരട്ടെ. നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ നിങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു ചെല്ലട്ടെ. യെശയ്യാ 45:2 വചനം നിങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ. ഞാൻ നിനക്ക് മുമ്പേ കടന്നുപോയി കുന്നുകൾ ഇടിച്ച് നിരത്തുകയും പിതൽവാതിൽ തകർക്കുകയും ഇരുമുടാൽ ഒട്ടിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വഴി നടത്തട്ടെ. നിങ്ങൾ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കും ദൈവമേ, നന്ദി, ആരാധന, സ്തോത്രം അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ശബ്ദം പോരാ, സ്തുതിപ്പിനെ ശബ്ദം. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും. ഞാനൊരു അഭിഷേകത്തിൻ്റെ വീര്യപ്രവൃത്തിയിൽ പറഞ്ഞല്ലെങ്കിൽ വലിയ കുറവായിട്ട് വരും. അവിടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത കിടക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ്
ഒരു കത്തോലിക്ക പുരോഹിതൻ, അദ്ദേഹം പ്രത്യേകമായിരിക്കുന്ന വടക്കേന്ത്യ സംസ്ഥാനത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. കഴിഞ്ഞ 24, 25, 26 തീയതികളിൽ 2007 ആണ്ടിൽ അവിടെ ഉണ്ടായ വർഗീയ കലാപത്തിൽ അനേകം കത്തോലിക്ക പള്ളികളും മറ്റുള്ള ക്രൈസ്തവ ദേവാലയമൊക്കെ അഗ്നിക്കിരയാക്കി ഒത്തിരിയേറെ വിശ്വാസികൾ കൊല്ലപ്പെട്ട പ്രദേശമാണത്. ഇവിടെ ഭരണം മാറി പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്ന ഭയമായി. ഇപ്പോൾ ഇവരുടെ ഈ സമ്മേളനം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ പള്ളികളും കോൺവെൻറ്റുകളിൽ നിന്നൊക്കെ സിസ്റ്റർമാരൊക്കെ എല്ലാം നാടുവിട്ടുപോയി. ആ ദേശം മുഴുവൻ ഉണ്ടായിരുന്ന ആളുകൾ. കാരണം ഒരു അക്രമം വഴി പ്രതീക്ഷിച്ചു. സ്കൂളിൽ പഠിക്കുന്ന ബോഡി പഠിക്കുന്ന കുട്ടികളെല്ലാം മാതാപിതാക്കന്മാർ കൊണ്ടുപോയി അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒരു പോയെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ഒരു ഭയമുണ്ടായി. ഇപ്പോൾ ഈ പുരോഗതിനേക്ക് ഒരു മെസ്സേജ് വിടുകയാണ്, ബ്രദറെ, ഇന്നമാതിരി സംഭവിക്കാൻ സാധ്യത കൊണ്ട് എല്ലാവരും ഭയത്തിലാണ്, പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് സന്ദേശം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു തിരിച്ചു മറുപടി അദ്ദേഹത്തിന് ഫോണിൽ ഇട്ട് കൊടുത്തു. പുരോഹിത, ഒന്നും ഭയപ്പെടേണ്ട, ഓരോന്നും അവിടെ തല പൊക്കില്ല, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ആ ദിവസങ്ങളിൽ നമ്മുടെ 3 സഹോദരങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്നു, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടുന്നവരെ ആ ദേശത്ത് കടന്നുപോയി. 3 പേർ അവിടെ ചെന്ന് പ്രാർത്ഥനയിലുണ്ടായിരുന്നു. ഒരു ഈച്ച പോലും ചലിച്ചില്ല അവിടെ, ഒരു പ്രശ്നം ഉണ്ടാകാതെ. കാരണം അതാണ് അഭിഷേകത്തിൻ്റെ ശക്തി. പറഞ്ഞ ആ വാക്ക് അതുപോലെ അവിടെ മാംസം ധരിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് പറയാം, ബ്രദറെ, ഒരു ഈച്ച പോലും ഇവിടെ ചലിച്ചില്ല, എല്ലാം സമാധാനമായിട്ട് തീർന്നു. 5 ലക്ഷം ആൾക്കാരാണ് അവർ കൂടുതൽ അവിടെ, 5 ലക്ഷം. ആ സമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര അക്രമം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഒരു ചലിക്കാൻ ദൈവം അനുവദിച്ചില്ല, അഭിഷേകം അനുവദിച്ചില്ല. ഹല്ലേലൂയ. എന്നിത് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ ഓരോ സ്പിരിറ്റ്സ് മക്കൾ, നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും അത് അഭിഷേകത്തെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിലുള്ള, നിങ്ങളുടെ വിശുദ്ധിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന അഭിഷേകത്തെ കൊണ്ട് വലിയ പ്രവൃത്തി ചെയ്യുവാൻ ഇടവരുത്തി സഹായിക്കുകയുമാണ്. ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു സംഭവമാണ്, അയർലൻഡ് എന്ന രാജ്യത്ത് ലോകത്തിൽ ആദ്യമായി സ്വർഗ്ഗഭോഗ നിയമം പാസ്സാക്കി കത്തോലിക്ക രാജ്യം. പക്ഷേ കന്യാകുമാരി രാജ്യത്തിൻ്റെ രാജ്ഞിയാണ്. 100% കത്തോലിക്കനുണ്ടെന്ന് പറയുന്ന രാജ്യമാണ് അയർലൻഡ്. അവിടെ സ്പിരിറ്റ് ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ തന്നെ അവിടെ മലയാളി പള്ളിക്കാർ എതിർപ്പുണ്ടാക്കി, സിറോ മലബാർക്കാർ എതിർപ്പുണ്ടായി. പക്ഷേ ആ ശുശ്രൂഷകൾ നടത്തി. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കഴിഞ്ഞ് ഈ 2024 ഫെബ്രുവരി മാസം 24-ാം തീയതി വീണ്ടും നിങ്ങളവിടെ കടന്നു ചെന്നു. ഡബ്ലിൻ, അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിലായിരുന്നു ശുശ്രൂഷ. വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 ശുശ്രൂഷ നടത്തപ്പെട്ടത് ഈ സ്വർഗ്ഗഭോഗ നിയമത്തെ ബന്ധിച്ചുകൊണ്ടായിരുന്നു. അതിന് പിന്നിൽ നിന്ന് ദുരാത്മാക്കളെ ബന്ധിക്കാൻ വേണ്ടിയാണ് 2 ശുശ്രൂഷ നടത്തിയത്. ഫെബ്രുവരി 24-ാം തീയതിയിലെ ശുശ്രൂഷ കഴിയുന്നു. മാർച്ച് മാസം, അടുത്ത മാസമാണ് മാർച്ച് മാസം 8-ാം തീയതി അയർലൻഡ് ഗവൺമെൻറ് അവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുത്തു. അതായത് 63% കത്തോലിക്കർ വോട്ട് ചെയ്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് പാസ്സാക്കിച്ച നിയമമാണ് സ്വർഗ്ഗഭോഗ നിയമം. ലോകത്തിൽ ആദ്യം അവിടെ വന്നു. അപ്പോൾ ഈ സ്വർഗ്ഗഭോഗികളെ കുടുംബമായിട്ട് അംഗീകരിക്കണം എന്നൊരു നിയമമാണ് ഇവർ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ നിയമങ്ങൾ കത്തോലിക്ക നിയമങ്ങളായതുകൊണ്ട് അവിടെ നിയമം മാറ്റണമെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം, ജനങ്ങളുടെ ഹിതം അറിയണമായിരുന്നു. അങ്ങനെ ഒരു ഹിതപരിശോധനയാണ് മാർച്ച് മാസം 8-ാം തീയതി നടത്തപ്പെട്ടത്. ആ 8-ാം തീയതിയിലെ ഹിതപരിശോധനയിൽ 67% ആളുകൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. ഹല്ലേലൂയ. 63% ആളുകൾ 2015 സ്വർഗ്ഗഭോഗം വേണമെന്ന് വോട്ട് ചെയ്ത രാജ്യത്ത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 2 ശുശ്രൂഷ നടന്നു കഴിഞ്ഞപ്പോൾ 67% ആൾക്കാർ നമുക്കിത് നിയമം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തു. അതിന് ഫലമായിട്ട് ആ പ്രധാനമന്ത്രി രാജിവെച്ച് പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ഇതൊക്കെ അഭിഷേകത്തിൻ്റെ വലിയ വീര്യപ്രവൃത്തികളാണ്. കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ കാൽക്കീഴിൽ നിന്നും കത്തോലിക്ക വിശ്വാസികളെ കൊണ്ട് പിശാച് വോട്ട് ചെയ്യിപ്പിച്ച് സ്വർഗ്ഗഭോഗം രാജ്യത്ത് കൊണ്ടു ലോകത്തിലെല്ലാം കൊണ്ടുപോകുന്നു. പരിശുദ്ധമയെ അപമാനിച്ച് അവഹേളിച്ച പിശാചിൻ്റെ ആ പ്രവൃത്തിയെ തകർത്തുകൊണ്ടാണ് സ്വീഡിഷിൻ്റെ ശുശ്രൂഷകൾ 2 അവിടെ നടത്തപ്പെട്ടത്. പങ്കെടുത്തത് 10-15 പേര് മാത്രമായിരുന്നു. കാരണം കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്, 2-3 പേരുടെ നാമത്തിൽ കൂടിയാൽ, 2-3 സ്വീഡിഷ് വിശുദ്ധരായി കൂടിയാൽ അത് 10,000 ശക്തിയുണ്ട്. അത് 10,000 പ്രാർത്ഥനയേക്കാൾ ശക്തിയുണ്ട് നമ്മുടെ 2-3 പേരുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. അവർ ദൈവത്തിന് വിശുദ്ധരായി കാണപ്പെടട്ടെ, ശക്തന്മാരായി മാറട്ടെ. അഭിഷേകം വലിയ പ്രവൃത്തി ലോകമെല്ലാം ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും വീണ്ടും ഈ ജനത്തിൻ്റെ മേൽ അവിടെ നയിക്കണമേ.
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോലന്മാരുടെ സമൂഹം ഏക ആത്മാവും ഏക സ്നേഹവും ഏക ഐക്യവും ഉള്ളവരായിരുന്നു. ഒരേ മനസ്സ്, ഒരേ ലക്ഷ്യം, ഒരേ അഭിഷേകം, ഒരേ അഭിപ്രായം. അവർക്കിടയിൽ ഛിദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല, ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല, കലഹങ്ങൾ ഉണ്ടായിരുന്നില്ല, എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. ശത്രുവിൻ്റേതായതൊന്നും മലിനമാക്കാത്ത പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നവീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, അതേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ ഉള്ളിലുള്ള ഇനിയും അവശേഷിക്കുന്ന പുളിപ്പുകൾ ഉണ്ടെങ്കിൽ കുടുംബത്തിലോ ജീവിതത്തിലോ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വ്യക്തികളോടോ അതെല്ലാം അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തടസ്സമായിട്ടുള്ള ഹൃദയത്തിലുള്ള വെറുപ്പ്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും തങ്ങളെ തന്നെ അശുദ്ധരാക്കി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിളിയിൽ നിന്ന് അവരെല്ലാം പരിത്യജിക്കപ്പെട്ടിട്ടുണ്ട്, പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവേ, ഈ അവസാന മണിക്കൂറുകളിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ജനം, ഇവരുടെ ജീവിതം, ഇവരുടെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ ശരിയായ അറിവിലേക്ക് ഇവരെ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനം. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭ്വാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്, ദൈവം നമ്മളെ ശുശ്രൂഷകരായി അഭിഷേകം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ശൂന്യവൽക്കരണത്തിൻ്റെ വലിയ മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവേ, ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അയച്ചുകൊണ്ട് ഈ ജനത്തെ അറിവിൻ്റെ വഴികളിൽ ദൈവഹിതം തിരിച്ചറിയുന്നവരും നല്ലതും പ്രയോജനപ്രദവുമായതെന്ന് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിയായി സമർപ്പിച്ച് വിശുദ്ധമായി ജീവിക്കുന്ന വിശുദ്ധിയുടെ അഭിഷേകത്തിലേക്ക് അവിടുന്ന് ഉയർത്തണമേ. നമ്മുടെ കരങ്ങളെ പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ ആത്മാവിനാലും ശക്തിയാലും വചനത്താലും അറിവിനാലും എന്നെ നിറയ്ക്കണമേ. ശരിയായ അറിവ് അതിലേക്ക് എന്നെ നയിക്കണമേ. എല്ലാ കളങ്കങ്ങളും, ഉള്ളിൽ അവശേഷിക്കുന്ന സകല പുളിപ്പുകൾ, സഹോദരനെതിരെയുള്ള ചിന്തയോ നെടുവീർപ്പോ നിന്നിലുണ്ടെങ്കിൽ നീ തിരിച്ചറിയണം, അത് നിന്നെ നശിപ്പിക്കുന്ന പുളിപ്പാണ്. കർത്താവേ, അവിടുത്തെ കാരുണ്യം ഇറങ്ങി വന്ന് എല്ലാത്തിനെയും പൂർത്തിയാക്കുന്ന, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നവീകരണത്തിൻ്റെ ഒരു പുതിയ അധ്യായം, ഒരു പുതിയ തുടക്കം ഓരോ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ഒരിക്കൽ കൂടെ അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചുള്ള അറിവ്. പരിശുദ്ധാത്മാവെ, അഗ്നിയാൽ ഉറകൂട്ടി ശക്തരാക്കി സൗഖ്യമുള്ളവരായി സമാധാനമുള്ളവരായി ഈ ജനത്തെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാലും അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ ഞങ്ങളുടെ കരങ്ങളെ നീട്ടുകയാണ്. സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അഭിഷേകം ഇവരൊരിക്കൽ കൂടെ വലയം ചെയ്യട്ടെ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിറയട്ടെ. ശക്തരും ധീരരുമാകട്ടെ. വിശുദ്ധരായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ആരാധന. ശക്തിയോടെ എല്ലാ ധരങ്ങളും തുറന്ന് സ്തോത്രം, ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം, ആരാധന, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു.
വലതുകരം ശിരസിലും ഇടതുകരം ഹൃദയത്തോടും ചേർത്ത് വെച്ച് എല്ലാ കണ്ണുകളെ അടയ്ക്കാം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുമുള്ള നാമത്തിൽ ലൂക്ക 10:19 വചനത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും എല്ലാ പിശാചുക്കളെയും സകല അശുദ്ധാത്മാക്കളെയും വെറുപ്പിൻ്റെ, പ്രതികാരത്തിൻ്റെ, കോപത്തിൻ്റെ, കലഹത്തിൻ്റെ, ഛിദ്രത്തിൻ്റെ, നാശത്തിൻ്റെ സകല വേരുകളെയും വിച്ഛേദിക്കുന്നു. എല്ലാം വിട്ടു മാറട്ടെ. അടിമകൾ കീഴടങ്ങട്ടെ. ഓരോ ഹൃദയങ്ങളും സ്വതന്ത്രമാകട്ടെ. പാപശക്തികളെ വിച്ഛേദിക്കുന്നു. മദ്യപാനത്തിൻ്റെ ശക്തികളെ ബന്ധിച്ച് ശാസിക്കുന്നു, വിച്ഛേദിക്കുന്നു. വ്യഭിചാരത്തിൻ്റെ, മോഷണത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, നുണയുടെ, ചതിയുടെ, വഞ്ചനയുടെ, പ്രാർത്ഥനയില്ലായ്മയുടെ, ദൈവനിഷേധത്തിൻ്റെ, ദൈവദൂഷണത്തിൻ്റെ സകല ശക്തികളും അധികാരങ്ങളും ഓരോ ഹൃദയത്തെയും നാവിനെയും ശരീരങ്ങളെയും ജീവിതങ്ങളെയും ഭവനങ്ങളെയും വിട്ടുമാറ്. എല്ലാ അന്ധകാരവും കീഴടങ്ങട്ടെ. അടിമകൾ കീഴടങ്ങ്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാകട്ടെ. സുബോധമുണ്ടാകട്ടെ, അറിവുണ്ടാകട്ടെ, വിശുദ്ധിയുണ്ടാകട്ടെ, വിശ്വാസമുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, ക്ഷമയുണ്ടാകട്ടെ. സകല വിദ്വേഷവും ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കാൻ നിൽക്കുന്ന സകല അശുദ്ധാത്മാക്കളെയും ലൂക്ക 10:19 ബന്ധിക്കുന്നു, വിച്ഛേദിക്കുന്നു, വിട്ടുമാറ്. എല്ലാ വ്യാജ സന്ദേശങ്ങളെയും ബന്ധിക്കുന്നു. ഏതൊരുവൻ കർത്താവിൻ്റെ നാമത്തിൽ ഈ അഭിഷേകത്തിൽ ചേർന്ന് നിന്ന് സംസാരിക്കുന്നുവോ, കർത്താവ് അതിനു മുൻപ് അങ്ങയുടെ നിയന്ത്രണം അവരുടെ നാവിൽ ഉണ്ടാകട്ടെ. വ്യാജ സന്ദേശങ്ങളെ ബന്ധിക്കുന്നു, വ്യാജ പ്രബോധനങ്ങളെ ബന്ധിക്കുന്നു, നുണയുടെ പിശാചിനെ വിച്ഛേദിക്കുന്നു, പിഴുതുകളയുന്നു. വിട്ടുമാറ് യേശു നാമത്തിൽ. നാശത്തിൻ്റെ ശക്തികളെ, ഛിദ്രത്തിൻ്റെ ശക്തികളെ, അനൈക്യത്തിൻ്റെ ശക്തികളെ, അടിമകളെ, അശുദ്ധാത്മാക്കളെ കീഴടങ്ങ്, വിട്ടുമാറ്. എല്ലാവരും സ്വതന്ത്രരാകട്ടെ. ഈ ദേശ സ്വതന്ത്രമാകട്ടെ. കൂട്ടായ്മകൾ സ്വതന്ത്രമാകട്ടെ. ഭവനങ്ങൾ സ്വതന്ത്രമാകട്ടെ. വ്യക്തിബന്ധങ്ങൾ സ്വതന്ത്രമാക. എല്ലാ അടിമകളും കീഴടങ്ങ്. വിച്ഛേദിക്കുന്ന യേശുനാമത്തിൽ എല്ലാ തലമുറകളെയും വിച്ഛേദിക്കുന്നു. വ്യാജത്തിൻ്റെ, നുണയുടെ, തെറ്റിദ്ധാരണയുടെ, തെറ്റായ പ്രബോധനത്തിൻ്റെ, തെറ്റായ അറിവുകളുടെ, അജ്ഞതയുടെ, നുണയാകുന്ന കറയുടെ, നാശത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ സകല അടിമകളെയും വിച്ഛേദിക്കുന്നു. വിട്ടുമാറ് യേശുനാമത്തിൽ. ജനം സ്വതന്ത്രരാകട്ടെ. സ്പർണീയ അഭിഷേകത്തിൽ അതിനെ കളങ്കം വരുത്തുവാൻ ഏതൊരുവൻ അടിമയാകുന്നുവോ, കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരും സ്വതന്ത്രരാകട്ടെ, ശക്തരാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സുബോധമുണ്ടാകട്ടെ. എല്ലാ തലമുറകളും കീഴടങ്ങ യേശുനാമത്തിൽ. ചിന്തകൾ സ്വതന്ത്രമാകട്ടെ, കേൾവി സ്വതന്ത്രമാകട്ടെ, അറിവുകൾ സ്വതന്ത്രമാകട്ടെ, വാക്കുകൾ സ്വതന്ത്രമാകട്ടെ. അതിരത്തിലെ വാക്കുകളെ ബന്ധിക്കുന്നു. നിശബ്ദതയുടെ അഭിഷേകം ഉണ്ടാകട്ടെ. അനാവശ്യമായ സംസാരങ്ങളെ ബന്ധിക്കുന്നു. അശുദ്ധ ഭാഷണങ്ങളെ ബന്ധിക്കുന്നു. അശുദ്ധയുടെ, ആസക്തിയുടെ, പാപത്തിൻ്റെ, നാശത്തിൻ്റെ, ഛിദ്രത്തിൻ്റെ സകല അടിമകളും കീഴടങ്ങ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത പ്രാർത്ഥനയില്ലായ്മയുടെ സകല ഞെരുക്കങ്ങളും വിട്ടു മാറിപ്പോകട്ടെ. മനസ്സുണരട്ടെ. എല്ലാ മടിയും വിട്ടു മാറട്ടെ. എല്ലാ അലസതയും വിട്ടു മാറട്ടെ. എല്ലാ ഉദാസീനതയും വിട്ടു മാറട്ടെ. എല്ലാ ക്ഷീണങ്ങളും വിട്ടു മാറട്ടെ. എല്ലാ തളർച്ചയും വിട്ടു മാറട്ടെ. എല്ലാ പിറുപിറുപ്പും വിട്ടു മാറട്ടെ. സ്വയം ശപിക്കുന്ന, മറ്റുള്ളവരെ ശപിക്കുന്ന നാവിലെ ശാപത്തിൻ്റെ നിയമങ്ങളെ പിഴുതുകളയുന്നു. അടങ്ങ് യേശുനാമത്തിൽ. വഞ്ചന നിറഞ്ഞ നാവേ അടങ്ങ് യേശുനാമത്തിൽ. ലൂക്ക 10:19 വചനത്തിൽ കർത്താവിൻ്റെ അധികാരം കണ്ണുകളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, കാതുകളെ ബന്ധിക്കുന്നു. പരദൂഷണത്തിൻ്റെ, ഏഷണിയുടെ, അപഖ്യാതിയുടെ, മരണകരമായ നാശത്തിൻ്റെ സകല ശക്തികളെയും വിച്ഛേദിക്കുന്നു. ഈ ജനത്തെ, ഈ ദേശത്തെ വിട്ടുമാറ് യേശുനാമത്തിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ നിയമം കണ്ണുകളും കാതുകളും അധരവും നാവും ഹൃദയവും അവയവങ്ങളും കർത്താവിൻ്റെ വചനത്തിന് കീഴടങ്ങട്ടെ. അധരത്തിൽ ദൈവത്തിൻ്റെ വചനം കുടികൊള്ളട്ടെ. നിർത്തലില്ലാതെ നിരന്തരമായ അനാവശ്യമായി വ്യർത്ഥ ഭാഷണം നടത്തുന്ന നാവ് അടങ്ങ് യേശുനാമത്തിൽ. നുണ പറയുന്ന നാവ് അടങ്ങ് യേശുനാമത്തിൽ. ഏഷണി പറയുന്ന നാവ് അടങ്ങ് യേശുനാമത്തിൽ.
പരദൂഷകന്റെ വലയിൽ നിന്ന്, അവൻ്റെ കെണിയിൽ നിന്ന് ഇവർ സുരക്ഷിതരായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. നമ്മുടെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള, നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് മരിച്ചുപോയിട്ടുള്ള, രക്തത്താലും ജീവിതത്താലും നമ്മളോട് ബന്ധപ്പെട്ട് നമ്മുടെ പിതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ കുടുംബമായ രക്തത്താൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചുപോയ എല്ലാ തലമുറയിലുമുള്ളവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്ഷയിലേക്ക് സമർപ്പിച്ച് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ ആത്മാക്കളും മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ മേലുള്ള എല്ലാ സ്വാധീനങ്ങളെയും ശക്തികളെയും അവകാശങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും, ലൂക്ക 10:19 വചനത്തിൻ്റെ ശക്തിയിൽ അധികാരത്തിൽ, ഫിലിപ്പി 2:10-11 വചനത്തിൻ്റെ അധികാരത്തിൽ ഞങ്ങളിപ്പോൾ ബന്ധിക്കുന്നു, വിച്ഛേദിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ മേലുള്ള മരിച്ചവരുടെ എല്ലാ അവകാശങ്ങളും വിച്ഛേദിക്കപ്പെടട്ടെ, സ്വതന്ത്രരാകട്ടെ. എല്ലാ അടിമകളും കീഴടങ്ങട്ടെ, എല്ലാ തലമുറകളും കീഴടങ്ങ് യേശുനാമത്തിൽ. ചിന്തകളെ, ഓർമ്മകളെ, വികാരങ്ങളെ, കേൾവികളെ, പ്രവൃത്തികളെ സ്വാധീനിക്കുന്ന എല്ലാ അടിമകളും കീഴടങ്ങി വിട്ടുമാറ്. എല്ലാ തലമുറകളെയും വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഗ്ലോറി, ആരാധന. സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ ചേർന്ന്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നിങ്ങൾ സ്വീകരിച്ച കുദാശകളിലൂടെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അത് നിങ്ങളിൽ ഇപ്പോൾ അഗ്നിയായി മാറട്ടെ, അത് നിങ്ങളിൽ ഉണരട്ടെ, അത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമാക്കട്ടെ, എൻ്റെ ഹൃദയത്തെ, ചിന്തകളെ വിശുദ്ധമാക്കട്ടെ. ദൈവമായ കർത്താവിന് ഞങ്ങൾ വിശുദ്ധ ജനമായിരിക്കട്ടെ. അശുദ്ധിയുടെ, പാപത്തിൻ്റെ, ഛിദ്രത്തിൻ്റെ, അനൈക്യത്തിൻ്റെ, കലഹത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ചതിയുടെ, വഞ്ചനയുടെ, മൂഢതയുടെ സകല ശക്തികളും എന്നേക്കുമായി വിട്ടുമാറി കീഴടങ്ങട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. നെറ്റിയിലും അധരത്തിലും ഹൃദയത്തിലും വിശുദ്ധ കുരിശിൻ്റെ മുദ്ര പതിപ്പിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
രക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എല്ലാ ആത്മാക്കളിൽ തരുന്ന കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും അവിടുത്തെ അമൂല്യമായ രക്ഷത്തിൻ്റെ യോഗ്യതയിലും വീണ്ടെടുക്കപ്പെട്ട എല്ലാ തലമുറകളെയും ആത്മാക്കളെയും സമർപ്പിക്കുന്നു. സുജാതീരും വിജാതീരും എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരും യേശുവിനെ സ്വീകരിക്കട്ടെ. എല്ലാ തലമുറകളും അടിമകളും യേശുവിനെ സ്വീകരിക്കട്ടെ. യേശുവിനെ അറിഞ്ഞിട്ടില്ലാതെ കേട്ടിട്ടില്ലാത്ത എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. അതുപോലെ മേൽഭരണം നടത്തിയ സാത്താൻ്റെ എല്ലാ ആധിപത്യങ്ങളും പിഴുതെറിയുന്നു വിട്ടുപോകട്ടെ. അവൾ തന്നെ തലതെറുക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന സ്ത്രീയെ വിശ്വകന്യാമരത്തിലൂടെ ജ്ഞാനത്തിലൂടെ ശത്രുവിൻ്റെ സാമ്രാജ്യങ്ങൾ തകർത്ത് അവൻ്റെ അധീനതയിൽ കിടക്കുന്ന കോടിക്കണക്കിന് ആത്മാക്കളെ വീണ്ടെടുക്കുമാറാകട്ടെ.
കർത്താവേശുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന വചനം എല്ലാ തലമുറകളും കടന്നു ചെല്ലട്ടെ. അവരെല്ലാം യേശുവിനെ വിശ്വസിക്കുവാൻ, യേശുവിൻ്റെ വചനം വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവരെ സഹായിക്കുമാറാകട്ടെ. തിരുസന്നിധിയിലേക്ക് എല്ലാ തലമുറകളെയും സമർപ്പിച്ചുകൊണ്ട്, രക്ഷയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും, എതിർക്കാൻ വന്നവരെയും ബന്ധിച്ച് സമർപ്പിച്ചുകൊണ്ട്, ദൈവം അവിടുത്തെ അനന്തമായ കരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, മരിച്ചവർ ദൈവപുത്രൻ്റെ വചനം കേൾക്കുമെന്ന അവിടുത്തെ വാഗ്ദാനം യോഹന്നാൻ 5:26, 27, 28 കടലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഈശോ ഇതാ അവിടുത്തെ പദ്ധതിയുടെ പൂർത്തീകരണമായി നഷ്ടപ്പെട്ടു കിടക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുന്ന അനന്തമായ സ്നേഹത്തിനും കരുണയ്ക്ക് നന്ദി പറഞ്ഞ് ഇളകെ സ്തുതിച്ചു മാത്രപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആരാധിക്കുന്ന നന്ദി പറയുന്ന ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു യേശുവേ. നന്ദി, മഹത്വം, ആരാധന. പക്ഷേ നമുക്ക് നന്ദി പറയുന്നു. മാതാവേ നന്ദി പറയുന്നു. സ്വർഗീയ സൈന്യങ്ങൾക്ക് നന്ദി പറയുന്നു. മിഖായേലിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയുടെ കവാടം തുറന്നു കൊടുത്തതായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഫാത്തിമയിലുള്ള പരിശുദ്ധ അമ്മ നൽകിയ വലിയ ദൗത്യമായ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ രക്ഷ, നരകത്തിൽ പതിച്ചവരുടെ രക്ഷ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇതാ കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളും തലമുറകളായി അടുപ്പത്തിൽ കിടന്നവരെ വീണ്ടെടുത്ത് അവിടുത്തെ സ്നേഹത്തിന് കരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കാൻ കത്ത് നിൽക്കുന്ന ഓരോ ആത്മാക്കളും ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ. നിൻ്റെ നിരവധിയായ പാപങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാക്കളെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തലമുറകളെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകട്ടെ. എല്ലാ അന്ധകാരത്തിൻ്റെ ബന്ധനത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ യോഗ്യരാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, വെറുപ്പിൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും ബന്ധിച്ചുകൊണ്ട് എല്ലാം കീഴടങ്ങട്ടെ. അന്ധകാരത്തിൽ കിടന്ന് എല്ലാവരും കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ. ശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു, ഇവരെല്ലാം കീഴടങ്ങട്ടെ. ശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു, ഇവരെല്ലാം കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടുകളും മുട്ടങ്ങട്ടെ. സ്പിരിറ്റിൻ്റെ നാമത്തിൽ എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. സ്പിരിറ്റിൻ്റെ നാമത്തിൽ എല്ലാ അടിമകളും കീഴടങ്ങട്ടെ. സ്പിരിറ്റിൻ്റെ നാമത്തിൽ എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. കർത്താവിൻ്റെ വചനം ജലത്താലും ആത്മാവിനാലും വേണ്ടി ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഈ തലമുറകളെ പിതാവേ പ്രാർത്ഥിക്കുന്നു, യേശു സ്ഥാപിച്ച അവിടുത്തെ രാജ്യമായ ദൈവരാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ. ദൈവത്തിൻ്റെ വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും ഇവരിപ്പോൾ മുദ്രിതരായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവജലത്താലും പരിശുദ്ധാത്മാവിനാലും ഇവരെ മുദ്രിതപ്പെടുത്തിക്കൊണ്ട് ആ ദൈവരാജ്യത്തിൽ ഇവരെ പ്രവേശിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ മക്കളും അവകാശികളുമായിട്ട് തീരട്ടെ. ദൈവരാജ്യത്തിൻ്റെ എല്ലാ നന്മകളും പ്രാപിക്കാൻ അവർ യോഗ്യരും അർഹരുമായി മാറട്ടെ. പിതാവേ, പേരിൽ വിളിച്ചിട്ട് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖ്യനാശം മിഖായേലിനോടും സ്വർഗീയ സൈന്യത്തോടും പ്രാർത്ഥിക്കുന്നു. ഇവരെ സ്വീകരിക്കണമേ, ഇവരെ ശേഖരിക്കണമേ, ഇവരെ കൂട്ടിക്കൊണ്ടു പോകണമേ. ഞങ്ങളുടെ മേലുള്ള, വ്യക്തികളുടെ മേലുള്ള, ഭൂമിയുടെ മേലുള്ള, കുടുംബങ്ങളുടെ മേലുള്ള സ്വാധീനങ്ങളെ വിച്ഛേദിച്ച് ഞങ്ങളെ വിട്ടുതരുന്നു. ഇവരെല്ലാം സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ പ്രദേശായിൽ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇവർ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇവരെല്ലാം തന്നെ കൊടുക്കാൻ നമുക്ക് ദൂതന്മാർ സ്വർഗീയ സൈന്യം അവരെ സ്വീകരിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവ കൊടുക്കുന്ന വലിയ വിടുതലും വലിയ രക്ഷയും യേശു ഉന്നതങ്ങളിലേക്ക് ആരോപണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അസംഖ്യം തടവുകാർ സ്വതന്ത്രരാക്കപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു പോകുന്നു. നന്ദിയോടെ നമുക്ക് താനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇരുകരങ്ങളും ശിരസിൽ വയ്ക്കാം. യേശുവിനങ്ങൾക്ക് ആരോപണം ചെയ്തപ്പോൾ അസഹ്യം നിറവുകാരെ കൂടെ കൊണ്ടുപോയി അവിടുന്ന് മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി. ദൈവം അവിടെ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ദാനങ്ങൾ, അബ്രഹാത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത വാഗ്ദാനങ്ങൾ അനുഗ്രഹങ്ങളായി ദാനങ്ങളായി ഇപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ് കർത്താവേ. ഗലാത്യർ 3:13-14 വചനപ്രകാരം യേശു നമ്മെ പ്രതി ശപിക്കപ്പെടാനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. അത് അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പ്രാപിക്കേണ്ടതിന് ഇപ്രകാരം സംഭവിച്ചത്. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ ഇതാ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും സ്വീകരിക്കുന്നു, എൻ്റെ ദേശം സ്വീകരിക്കുന്നു. അവിടുത്തെ പറയാൻ സ്വീകരിക്കുന്നു കർത്താവേ. അബ്രഹാത്തിന് കൊടുത്ത അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും സ്വീകരിക്കുന്നു, ഈ കൂട്ടായ്മ സ്വീകരിക്കുന്നു. ദൈവമേ, ഇവിടെ കടന്നുപോയവരെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. അവരുടെ മേലും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുമാറാകട്ടെ. തന്നെ ശ്രുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്വേ നന്ദി, ആരാധന, സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. അവസാനമായിട്ട് ഒരു പ്രാർത്ഥനകളുണ്ട്. അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ നിങ്ങളെയും ഈ നാടിനെയും അനുഗ്രഹിക്കുന്ന അവസാനത്തെ പ്രാർത്ഥനയാണ്. കൂടി പങ്കെടുക്കുക. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 8 മുതലുള്ള വചനം. നിങ്ങൾ മനസ്സു തിരിഞ്ഞ് കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായ വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. കർത്താവിൻ്റെ വചനം നിന്റെ ശിരസിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ദേശത്ത്, നിന്റെ തലമുറകളിൽ നൂറുമേനി മാംസം ധരിക്കട്ടെ. ഈ വചനം നിങ്ങളെ സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ, വഴി നടത്തട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹവും ശക്തിയുമായി തീരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദി പറയുന്നു. സ്വർഗ്ഗത്തിന് മുഴുവൻ കർത്താവിൻ്റെ ദാസനെയും ദാസിയോർ നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ, ഈ 2 ദിവസക്കാലം കർത്താവെ അവിടുന്ന് അനുഗ്രഹത്തിൽ നിന്നും വിശുദ്ധീകരിച്ചു, ഞങ്ങളെ വിശ്വസ്തരാക്കി മാറ്റി അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ഉയർത്തുകയായിരുന്നു ഈ 2 ദിവസക്കാലം. ദൈവമേ, ഇന്നലെ മുതൽ
ഈ നിമിഷം വരെ ഇപ്പോഴും അവിടുന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഭിഷേകത്തെ ഓർ നന്ദി പറയുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കർത്താവേ, അവിടുത്തെ സന്നദ്ധിയിൽ ദൈവമേ, ഈ ദിവസം ഈ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ കർത്താവേ, കർത്താവിൻ്റെ ദാസ്യയിലൂടെ അവിടുന്ന് ഒഴുക്കിയ വലിയൊരു അഭിഷേകം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം കർത്താവേ, ഈ മണ്ണിൽ അവിടുന്ന് സ്ഥാപിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈ ദൈവമേ, ഞാൻ കാണുകയായിരുന്നു ആ നിമിഷം ഈ ഇവിടുത്തെ എല്ലാ മലമടക്കുകളിടയിലേക്കും അവിടുത്തെ അഭിഷേകം ഒഴുകി ഇറങ്ങുന്നത് മഞ്ഞുപോലെ. അത് വലിയൊരു സംരക്ഷണത്തിൻ്റെ വലയം ഈ വയനാട് ജില്ലയുടെ ചുറ്റും സ്ഥാപിക്കുന്നത് പോലെ എനിക്ക് കാണാൻ സാധിച്ചു. അതുപോലെ കർത്താവിൻ്റെ ദാസൻ തിരുരക്തത്തിൻ്റെ ഒഴുകി വിശദീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ തിരുരക്തം ഓരോ ഈ ദേശത്ത് ഓരോ മണൽത്തരിയിലും ഓരോ അവസ്ഥകളിലേക്കും ഒഴുകി ഇറങ്ങുന്നത് കാണാൻ സാധിച്ചു. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ കർത്താവേ, ദേശത്തെ അനുഗ്രഹിക്കണമെന്നും ഇവിടെ ആയിരിക്കുന്ന എല്ലാ സ്പിരിറ്റീസ് മക്കളിലേക്കും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം അയക്കണമേ എന്നുമാണ് കൂടുതൽ പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ജമാല പ്രാർത്ഥന നടത്തിയപ്പോൾ കടന്നു വന്ന രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ആത്മാക്കൾ ഒത്തിരിയേറെ പേര് ഞെരുക്കപ്പെട്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവരെല്ലാം വലിയൊരു രക്ഷയുടെ അടയാളമായി കാണുകയായിരുന്നു. ഞങ്ങൾ ഉരുൾപൊട്ടിയ സ്ഥലത്തുകൂടെ ആ ദേശത്തുകൂടെ ജവമാല റാലി നടത്തി കഴിഞ്ഞപ്പോൾ കടന്നു വന്നപ്പോൾ ഒത്തിരിയേറെ ഞെരുക്കപ്പെടുന്ന ഓരോരുത്തരും പറയുന്നത് കാണാൻ സാധിച്ചു. അന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, കർത്താവിൻ്റെ ദാസനെയും ദാസിയെ ഇവിടേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ ഒത്തിരിമേൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ പ്രിയപ്പെട്ട 2 മക്കൾ ഈ മണ്ണിലേക്ക് വന്നിറങ്ങിയപ്പോൾ അവിടുന്ന് ഈ ദേശത്തേക്ക് അയച്ച അഭിഷേകം എനിക്ക് കാണാൻ സാധിച്ചു. അതെനിക്ക് ഒരിക്കലും നന്ദി പറയുകയാണ്. വലിയ കാര്യങ്ങൾ ഈ ദിവസം സംഭവിച്ചു. കാരണം അനേകരിലേക്ക് ഹൃദയങ്ങളിലേക്ക് വലിയ അഭിഷേകവും അനുഗ്രഹവും കുടുംബങ്ങളിലേക്ക് കടന്നു പോകുന്നത് കാണാൻ സാധിച്ചു. കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ സ്പിരിറ്റീസ് ഈ ദേശത്തൊരു അഗ്നിയായി കത്തിപ്പടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞത്. ഹല്ലേലൂയ. കാരണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഓരോ മക്കളും സ്പിരിറ്റീസുകാരായിരിക്കുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടണം. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം കർത്താവേ, എനിക്കങ്ങനെ തോന്നി. ഞാൻ കുർബാന ചെല്ലിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസനും ദാസിക്കും ഇവിടെ വരുന്ന ഓരോ പ്രിയപ്പെട്ട ഈ ദേശത്തായിരിക്കുന്നവർ, വയനാട് ജില്ലയിലെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും വേണ്ടി, അതുപോലെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛനോട് പറഞ്ഞു, ഇത് ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കുർബാന ചെല്ലുന്നത്. ഡേറ്റും ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതിനു മുമ്പ് ഞാൻ ചെല്ലി ചേർത്തോളാം, തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചേക്കാം. അതിൽ എനിക്ക് തോന്നുന്നത് അത് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. കാരണം അതിലൂടെ എല്ലാം വലിയ വിടുതൽ ഈ ദേശത്തുണ്ടായി. ഇന്ന് ഈ ദിവസം ഞാൻ പ്രത്യേകം സുഖത്തിന് നന്ദി പറയുകയാണ്. ഇവിടെ വന്ന ജനങ്ങൾ മുഴുവൻ ഒത്തിരിയേറെ അഭിഷേകവും അനുഗ്രഹവും സ്വീകരിച്ചാണ് കടന്നുപോയത്. കാരണം പുതിയ ഒത്തിരിയേറെ ആൾക്കാർ കടന്നു വന്നു. അവരൊക്കെ വലിയ അനുഗ്രഹത്തിൽ നോട്ടീസ് കണ്ടും പരസ്യം കണ്ടും ഒക്കെ കടന്നു വന്നവരാണ്. അവരൊക്കെ ഒത്തിരിയേറെ ഞെരുക്കപ്പെട്ടാണ് കടന്നു വന്നേ. അവരൊക്കെ ഇവിടെ വന്ന് ഈ നിമിഷം വരെ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. കാരണം അവരൊക്കെ പറഞ്ഞത് വലിയൊരു അനുഗ്രഹമായി, ഞങ്ങൾക്ക് വലിയൊരു അഭിഷേകമായി, ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇത് വലിയൊരു അനുഗ്രഹമാണെന്ന്. ഈ ഇപ്പോഴും ഒഴുക്കുന്ന അഭിഷേകത്തെ അവർ നന്ദി പറയുന്നു. പ്രത്യേകം കർത്താവിൻ്റെ ദാസിന് നന്ദി പറയുകയാണ്, കർത്താവിൻ്റെ ദാസിക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളെ ഈ ദേശത്തെ രക്ഷിക്കുവാൻ, ഈ ദേശത്തുള്ള തിന്മയെ പിടിച്ചു കെട്ടുവാൻ, ഇവിടെ എല്ലാ തിന്മകളും നിർവീര്യമാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നതിന്, ഞങ്ങൾ യുദ്ധം ജയിച്ച് വിജയിച്ചു നിൽക്കുന്നവരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, സ്പിരിറ്റീസ് അഭിഷേകം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ശിവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. അവേ മരിയ. ഉന്നതമായ ഒന്ന്, തേജോമയമായ ഒന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്തെ അത് വിടുവിച്ചു, മാറ്റിമറിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിലുണ്ടായ വലിയ പ്രകൃതി ദുരന്തത്തിൽ അതിൻ്റെ അലയൊളികൾ 1 മാസമായിട്ടും ഇവിടെ നിന്ന് മാറിപ്പോയിട്ടില്ലായിരുന്നു. വലിയൊരു ഭയം ജനത്തെ ആവരണം ചെയ്തിരിക്കുകയായിരുന്നു. ഒരു മഴ പെയ്താൽ, ഒരു കനത്ത മഴ പെയ്താൽ ഭയം കൊണ്ട് വിറയ്ക്കുന്ന ഒരവസ്ഥ ശരിക്കും ഈ ദേശത്തുണ്ടായിരുന്നു. പക്ഷേ ആ മഴയെ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാരെ പിടിച്ചു കെട്ടിക്കൊണ്ട് കർത്താവിൻ്റെ ദാസൻ ഇവിടെ കടന്നു വന്ന് നടത്തിയ ശുശ്രൂഷയിൽ ഈ ദേശം വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ ദാസന് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഈ ദേശത്തേക്ക് ഒത്തിരിയേറെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ
ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം കാണിച്ച കരുണയ്ക്ക് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസി ഇവിടുത്തെ കോർഡിനേറ്റർ ചോദിച്ചപ്പോൾ മറ്റൊരു ശുശ്രൂഷ ഏറ്റെടുത്തിട്ടുണ്ട്, വരാൻ സാധ്യതയില്ല എങ്കിലും അവസാനം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസിയുടെ പ്രാർത്ഥന ഈ ദേശത്തിന് ആവശ്യമാണ് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അനേക ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസിയെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇവിടെ നടത്തിയ ഈ 2 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസിക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെ പിടിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ള സ്പിഡിച്ചസിൻ്റെ നാമത്തിലും അഭിഷേകത്തിൻ്റെ അധികാരത്തിലും ഈ വയനാട് ദേശത്തെ മുഴുവൻ ബന്ധിച്ച്, നീലഗിരി ജില്ലയെ ബന്ധിച്ച്, കണ്ണൂർ ജില്ല, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളെ ബന്ധിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ, മലയിടിച്ചിലുകളെ ബന്ധിക്കുന്നു. എല്ലാം ബന്ധിക്കപ്പെടട്ടെ. എല്ലായിടത്തും കർത്താവിൻ്റെ മുദ്ര ഉണ്ടായിരിക്കട്ടെ. മലകൾ അടങ്ങട്ടെ, കുന്നുകൾ അടങ്ങട്ടെ, പുഴകൾ അടങ്ങട്ടെ, അരുവികൾ അടങ്ങട്ടെ, എല്ലാ മലഞ്ചെരിവുകളും അടങ്ങട്ടെ, ശാന്തമാകട്ടെ. എല്ലാ തരത്തിലുള്ള മലയിടിച്ചൽ, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ എല്ലാം അടങ്ങട്ടെ. ഇനി മേലിൽ ഈ മണ്ണിനെ തൊട്ടുപോകരുത്. അതിന് പിന്നിൽ നിന്ന് എല്ലാ പിശാചുകൾ, അശുദ്ധാത്മാക്കൾ ബന്ധിക്കുന്നു. ഇവയെല്ലാം ബന്ധിക്കപ്പെടട്ടെ. അതുപോലെ ഇന്ന് എല്ലായിടത്തും വളരെ ഭീതി വരുത്തുന്ന മേഘസ്ഫോടനം, വലിയ ശക്തമായ മേഘം കൂടി നിന്നുകൊണ്ട് മഴ പെയ്യുന്ന മേഘസ്ഫോടനങ്ങളെ ബന്ധിക്കുന്നു. ഇങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന എല്ലാ മേഘസ്ഫോടനങ്ങളെയും ബന്ധിക്കുകയാണ്. ആകാശശക്തികളെ ബന്ധിക്കുകയാണ്. ആകാശം അടങ്ങട്ടെ. മേഘസ്ഫോടനത്തിന് കാരണമായ എല്ലാ മേഘങ്ങൾ കൂടുന്ന, അബ്നോർമലായിട്ട് കൂടുന്ന അവസ്ഥകളെ ബന്ധിക്കുകയാണ്. ശാന്തമായ നോർമലായ മഴകൾ മാത്രം ഇവിടെ പെയ്യട്ടെ. ജനത്തിന് അനുഗ്രഹമായിട്ട് മാറട്ടെ. സ്പിഡിച്ചസിൻ്റെ ഓരോ വാക്കുകളും വംശം ധരിപ്പിക്കുന്ന അത്യുന്ന ദൈവമേ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കരം എന്നും എപ്പോഴും ദേശത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ ദേശങ്ങളെല്ലാം ഉണ്ടായിരിക്കട്ടെ. ഈ ദേശമെല്ലാം എന്നും അനുഗ്രഹമായിരിക്കട്ടെ. ഇവിടുത്തെ ജനങ്ങൾ അനുഗ്രഹീതരായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം ശ്രുതി കെട്ടപ്പെട്ടിരിക്കും. ഈ ഭൂമിയിൽ അഴിക്കപ്പെടുന്ന വചനത്താൽ ഈ ദേശത്തു നിന്നെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിനുമേൽ സ്വർഗീയ സൈന്യത്തിൻ്റെ ദൂതന്മാരുടെ വലിയ സംരക്ഷണം എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആധിപത്യവും ഇന്നും ഇവിടെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഈ ദേശത്തേക്ക് അയപ്പെട്ട ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഈ ദേശത്തെല്ലാം ചൂഴ്ന്നിറങ്ങി, ഈ ദേശത്തെല്ലാം മുദ്രിതപ്പെടുത്തി ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് ഈ പ്രദേശങ്ങളെല്ലാം സ്വതന്ത്രമായിരിക്കട്ടെ. ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കർത്താവ് ഈ കേരളത്തെ മുഴുവൻ സമർപ്പിക്കുകയാണ്. ഇവിടെ നടത്തപ്പെട്ട ശുശ്രൂഷയിലൂടെ കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ, എല്ലാ ദേശങ്ങളിൽ, തീരദേശങ്ങൾ, മലമ്പ്രദേശങ്ങൾ എല്ലായിടത്തും കർത്താവിൻ്റെ ആത്മാവ് സഞ്ചരിച്ച് അവിടെ എല്ലാം ശാന്ത സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.